പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളുമായി ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ മിനി മാത്യു ആണ്. തുടർന്ന് കർത്താവിന്റെ ദാസി നമ്മോട് സംസാരിപ്പാൻ കൊടിയായിത്തീരും. ആകയാൽ പ്രിയ കർത്താവദാസി സിസ്റ്റർ മിനി മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നവന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഓക്കെ, കർത്താവിന്റെ ദാസിയെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് മിനി മാത്യൂസ് എന്നാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് സജി മാത്യൂസ് ജോൺ എന്ന ഒഫീഷ്യൽ നെയിം. എനിക്ക് ഒരു മോനെ ദൈവം ദാനമായിട്ട് തന്നു. മോൻ്റെ പേര് സ്റ്റീവ് എന്നും വൈഫിൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. ഒരു അവധിക്ക് വേണ്ടി നാട്ടിൽ പോയിരിക്കുന്നു. പിന്നെ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് 25 വർഷമായിട്ട് ദൈവം അത്ഭുതകരമായിട്ട് ഈ ദേശത്ത് വഴി നടത്തുന്നു. ഓക്കെ, USA എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഹൂസ്റ്റൺ. ഓക്കെ ഓക്കെ ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തെ കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്ന ആത്മീയ അനുഭവങ്ങള്, വിദ്യാഭ്യാസ കാലയളവിലെ നല്ല ഓർമ്മകള് ദൈവം മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് സംസാരിക്കാം. എൻ്റെ വീട് റാന്നി എടമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് എടമണ്ണിൽ നിന്നും ഇച്ചിരി ഉള്ളിലോട്ടാണ് എൻ്റെ വീട്ടിൽ പോകുന്നത്. എനിക്ക് എൻ്റെ പേരൻസ് സ്റ്റില് ഉണ്ട്. എൻ്റെ മാതാവും പിതാവും ഉണ്ട്. എനിക്ക് ഒരു ബ്രദറേ ഉള്ളൂ. ബ്രദറും കുടുംബവും എൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ചായിരിക്കുന്നു. അത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു കുടുംബമാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലെ എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എനിക്ക് മാതൃകയായിരിക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മാതാപിതാക്കളാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെ കഷ്ടതയിലൂടെ പോയ ഒരു കുടുംബമാണെങ്കിലും എപ്പോഴും സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എനിക്ക് എൻ്റെ ബ്രദറ് നല്ലതായിട്ട് പാട്ട് പാടും. ഞാൻ അങ്ങനെ പാടാനൊന്നും കഴിവില്ല. പക്ഷേ ഈവന്തോ ടോക്കിങ് തന്നെ വളരെ റെയർ ആയിരുന്നു. ആരോടും അധികം മിണ്ടത്തില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുന്നത്? അങ്ങനെയായിരുന്നു. ചെറുപ്പകാലത്ത് എല്ലാവരും പറയും ഇവള് വർത്താനം പറയുമോ എന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ടോക്കിംഗ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് ഭയങ്കര ക്വയറ്റ് പേഴ്സണാ, അധികം ആരോടും മിണ്ടത്തില്ല. എൻ്റെ മാതാവ് നല്ലതായിട്ട് വർത്താനം പറയും, എൻ്റെ ബ്രദറും നല്ലതായിട്ട് വർത്താനം പറയും. പക്ഷെ എൻ്റെ ഫാദറിൻ്റെ ആ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റേത്. എന്നാൽ ദൈവം അതിനെയെല്ലാം മാറ്റി ദൈവം ഇപ്പം കൂടുതൽ സംസാരിക്കുന്നത്, ഇപ്പം എനിക്കൊന്ന് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അനുഭവമാണ്. പിന്നെ അതുപോലെ എൻ്റെ ബാല്യകാല അനുഭവം എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കുറേ അനുഭവങ്ങളുണ്ട്. കാര്യം എനിക്കത് പറയുന്നതിനകത്ത് ഒരു നാണക്കേടുമില്ല. കാര്യം നമ്മളെ ദൈവം കൊണ്ടുവന്ന വഴികളും നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളും പലർക്കും പഴയ കാര്യങ്ങൾ പറയാനായിട്ട് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പഴയകാല ചരിത്രങ്ങൾ പറയുന്നത്. എൻ്റെ എൻ്റെ പിതാവ് ആക്ച്വലി മർത്തോമ കുടുംബത്തിലെ ആയിരുന്നു. എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ അവർ 6 ആണും ഒരു പെണ്ണുമായിരുന്നു. ഒരു സിസ്റ്ററേ ഉള്ളായിരുന്നു അവർക്ക്. അങ്ങനെ അവർ മർത്തോമയിലായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. അതേ സമയത്ത് എൻ്റെ വെല്ലുമ്മച്ചിയുടെ കുടുംബം എന്ന് പറയുന്നത് യാക്കോബ കുടുംബമാണ്. അവര് നാട്ടിലെ ഫേമസ് അറിയപ്പെടുന്ന ഒരു വൈദ്യന്മാരുടെ കുടുംബമാണ്. അവർ യാക്കോബ കുടുംബത്തിലുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഫാദറിന്റെ കുടുംബത്തിൽ 6 ആണുങ്ങൾ കഴിഞ്ഞിട്ട് അവർക്കൊരു സിസ്റ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പെണ്ണായിട്ട് ജനിക്കുന്നത് ഞാനാണ്, അവരുടെ കുടുംബത്തിൽ ജനിക്കുന്നത്. അങ്ങനെ ആ കുടുംബം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദറ്
മർത്തോമായി തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ല, നല്ല ഭക്തരായ മനുഷ്യരാ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദറ് എന്നെ ചെറിയ കടയുണ്ടായിരുന്നു അന്നത്തെ സമയത്ത്, പലചരക്ക് കടയുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫാദറ് ഇങ്ങനെ കടയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു. എൻ്റെ ഫാദറ് പെട്ടെന്ന് കടയിൽ നിന്ന് വരുന്ന സമയത്ത്, ഞാനിത് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ, എനിക്കന്ന് 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫാദർ ഇങ്ങനെ കടയിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫാദറിൻ്റെ ശ്വാസം അങ്ങ് നിൽക്കും. എല്ലാ നൈറ്റിലും ഇത് സംഭവിക്കും, പെട്ടെന്ന് ശ്വാസം നിർത്തും. അന്നത്തെ സമയത്തൊക്കെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ആളിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എവരി ഡേ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു രാത്രി വന്ന് കുറെ കഴിയുമ്പോൾ എല്ലാവരും ഓർക്കും എൻ്റെ ഫാദർ മരിച്ചെന്നാണ് ഓർക്കുന്നത്. അതുപോലൊരു സംഭവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രയാസമുണ്ടെങ്കിലും അവർക്ക് ഈ മർത്തോമ യാക്കോബ അങ്ങനെയൊന്നും വിട്ടുവരാനുള്ള താല്പര്യമില്ലായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയെന്ന് പറയുന്നത്, എൻ്റെ അമ്മ ഒരു മർത്തോമയിലെ ഉപദേശിയുടെ മകളാ. ഉപദേശി എന്ന് പറഞ്ഞാൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മർത്തോമയിലെ ഉപദേശിയായിരുന്നു എൻ്റെ അമ്മയുടെ പിതാവ്. അപ്പം എല്ലാ രീതിയിലും നോക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എല്ലാം നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ സമയത്ത് എൻ്റെ ഫാദറിൻ്റെ ഈ രോഗം പക്ഷേ എന്തുവാണെന്ന് അറിയത്തില്ല, എൻ്റെ അമ്മ അതിൽ ഒത്തിരി വിഷമിച്ചു. എനിക്കന്ന് 3 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ സമയത്തൊന്നും നമുക്ക് കാണാത്ത കുറെ അത്ഭുതങ്ങൾ അന്നത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്നു ഞാൻ പറയാനാണ് വരുന്നത്. ആ സമയം എൻ്റെ ഫാദറിന്റെ ഈ വിഷമം, അമ്മ നോർമലി പ്രാർത്ഥിക്കും, എന്നാൽ ദൈവം കൊട്ടാരക്കരയിൽ ഒരു നൈനാനുപദേശി എന്ന് പറഞ്ഞൊരു ദൈവദാസൻ എന്നെ രാത്രിയില് ദർശനത്തിൽ കാണിച്ചു കൊടുത്തു. എൻ്റെ ഫാദറിന്റെ പേരും എൻ്റെ വീടിന്റെ അഡ്രസ്സും എഴുതി കൊടുത്തു. അങ്ങനെ ദൈവം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് ഈ ദൈവദാസൻ കൊട്ടാരക്കരയിൽ നിന്ന് ഈ നൈനാനുപദേശി എന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അമ്മയോട് ചോദിച്ചപ്പോൾ എൻ്റെ പേര് മറന്നുപോയി, ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്ക് പേര് പറഞ്ഞു തന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇതാ. അപ്പം ഈ പാസ്റ്റർ അവിടുന്ന് വണ്ടി കയറി കൊട്ടാരക്കരയിൽ നിന്ന് നമ്മുടെ ഇടമണ്ണി വന്ന് ഇറങ്ങിയിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചു, ഇങ്ങനെ അഡ്രസ്സിലുള്ള ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എൻ്റെ ഈ പാസ്റ്റർ നമ്മുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വെല്ലിമ്മച്ചി എന്ന് പറഞ്ഞ ഭയങ്കര യാക്കോബ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തില് യാക്കോബ എന്ന് വിട്ട് വരാത്ത ഒരു ഇതാ വെല്ലിമ്മച്ചി എന്ന് പറയുന്നത്. വെല്ലിമ്മച്ചിക്ക് പാസ്റ്റർമാരെ ഒന്നും കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ വെല്ലിപ്പച്ചൻ കുഴപ്പമില്ല, മർത്തോമ ആയതുകൊണ്ട് കുറച്ചുകൂടി കുഴപ്പമില്ല. അങ്ങനെ ഈ പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ, ഞാനൊരു ഉപദേശിയാണെന്ന് പറഞ്ഞപ്പം വെല്ലിമ്മച്ചി പറഞ്ഞു, ഇല്ല പാസ്റ്റർ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വെല്ലിപ്പച്ചൻ പറഞ്ഞു, കുഴപ്പമില്ല, പാസ്റ്റർ ഒന്ന് കയറട്ടെ, ഒന്ന് വീട്ടിൽ കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ വീട്ടിൽ കയറി. അപ്പോൾ എൻ്റെ ഫാദർ അവിടെ ഇല്ല, എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ രാത്രിയിൽ എൻ്റെ ഫാദർ വന്ന സമയത്ത് അവിടെ അത്രയും ബ്രദേഴ്സ് ഉണ്ടെങ്കിലും ദൈവം കറക്റ്റായിട്ട് പറഞ്ഞു, എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എന്നിട്ട് ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ നീ ഇന്ന ഒരു രോഗത്താൽ ഭാരപ്പെടുന്നു, ദൈവം ഇന്ന് അതിന്മേൽ ഒരു വിടുതലയക്കും, എന്നാൽ നിന്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദൈവാലോചന എൻ്റെ ഫാദറിനോട് ഈ പാസ്റ്റർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ ഫാദറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഫാദർ പറയുന്ന ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ ഭയങ്കര ഒരു പവർ എൻ്റെ ഫാദറിന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. അങ്ങനെ എൻ്റെ ഫാദർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി. എൻ്റെ ഫാദർ അങ്ങനെ സ്നാനപ്പെട്ടു. അതിനുശേഷം എൻ്റെ മാതാവ് സ്നാനപ്പെടാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. ഇത്രയും രോഗസൗഖ്യം കിട്ടിയെങ്കിലും മാതാവിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, മാതാവിന് ഈ സ്വർണം, അന്നത്തെ സമയത്ത് വലിയ സ്വർണ്ണമൊന്നുമില്ല, ചെറിയൊരു മാലയൊക്കെ ഉള്ളൂ, എന്നാൽ അത് ഊരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മർത്തോമായിലെ ഉപദേശിയുടെ മോളെ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ, ഞാൻ പറയുന്ന ദൈവം ഓരോരുത്തരെയും എങ്ങനെ തൊടുന്ന, ഒരു ദിവസം രാത്രിയിൽ ജനൽ അടയ്ക്കാൻ മറന്നുപോയി. ആ ജനലിനകത്തൂടെ ഒരു കള്ളനെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അമ്മയുടെ മാല പറിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം ആയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടി തോന്നി, അയ്യോ ഞാൻ മരിച്ചില്ലല്ലോ, എന്തും സംഭവിക്കായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഫുൾ ആഭരണം എല്ലാം ഊരി എൻ്റെ അമ്മയും ഇതിലേക്ക് വരുവാനിടയായി. അങ്ങനെ ചെറുപ്പം മുതലേ എൻ്റെ കുടുംബത്തിൽ, അതിനുശേഷം എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് സമയം അമ്മ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. ഭയങ്കര കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാവിൻ്റെ മകളായിട്ടാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എൻ്റെ ഫാദർ പ്രാർത്ഥിക്കും, എന്നാൽ നോർമലി ആർക്കും ദോഷം ചെയ്യാത്ത ഒരു നല്ലൊരു വ്യക്തി എൻ്റെ ഫാദർ, ക്വൈറ്റായിട്ടുള്ളൊരു പേഴ്സൺ. പക്ഷേ എപ്പോഴും എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന ഇത്. അപ്പം പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടു വളർന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ കണ്ണുനീരാ എപ്പോഴും ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അത് എൻ്റെ ലൈഫിന് ഒത്തിരി ചേഞ്ചസ് വന്നു.
എൻ്റെ ജീവിതത്തിൽ ചെറുപ്രായത്തിലാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ സിറ്റുവേഷനുകളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്ന് അവസാനം ഞങ്ങളെ ഒരു ചെറിയ എന്താ പറയുന്നത്, ഓലയും കൊണ്ട് മേഞ്ഞ ഒരു വീട്ടിൽ താമസിക്കേണ്ട ഇത് വന്നു. ചെറിയൊരു ഓല പെരയും കൊണ്ടുള്ള വീട്ടിലായിരുന്നു അന്നത്തെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ ഫാദറും മദറും താമസിച്ച സമയത്ത് ഇതുപോലെ വളരെ കഷ്ടതയിലൂടെ പിറ്റേ ദിവസം എങ്ങനെ നമ്മൾ കഴിയും, വളരെ ബുദ്ധിമുട്ട്. എൻ്റെ ഫാദർ ഭയങ്കര അധ്വാനിയാ, എന്നാലും നമുക്ക് കഴിയാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കഴിയുന്ന സമയം. ഇവന്തോ നമുക്ക് ഈ ഓല വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഒരു സമയത്ത് ഞാൻ എപ്പോഴും പറയാനുണ്ട്, നമ്മളെ ആ സമയത്തൊക്കെ ദൈവദാസന്മാർ അന്ന് ഭയങ്കരമായിട്ടും നമ്മുടെ ഓരോ സമയങ്ങളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്താനായിട്ട് ഓരോരുത്തരെ ദൈവം അയക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ ആ ദേശത്തെ ശമൂവേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാസ്റ്ററിന്റെ ചരിത്രം ഞാൻ കേട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പാസ്റ്ററിനോട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും പാസ്റ്റർ ഇത് ചെയ്തില്ല. പാസ്റ്റർ ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്യായിരുന്നു, ഈ പിന്നെ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പാസ്റ്റർ പറയുന്നത്, പെട്ടെന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരാണ്ട് ഇത് കണക്ഷൻ കൊടുത്തു. പെട്ടെന്ന് അവിടെ നിന്ന് താഴെ വീണ് പാസ്റ്റർ മാത്രമേ അന്ന് രക്ഷപ്പെട്ടുള്ളൂ, ബാക്കി എല്ലാവരും കരിഞ്ഞു പോയി. പാസ്റ്ററിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയുന്നത് കാല് വയ്യാത്ത പാസ്റ്റർ എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പാസ്റ്റർ അന്ന് ഞങ്ങളുടെ വീട്ടിലെ ഇങ്ങനെ എല്ലായിടത്തും കയറി പാസ്റ്റർ സുവിശേഷം പറയാൻ തുടങ്ങി. എല്ലാ വീടുകളിലും പാസ്റ്റർ ആദ്യം എടുത്ത തീരുമാനമായി ഇവിടെ ഉള്ള എല്ലാ വീടുകളിലും കയറി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിലും പാസ്റ്റർ ഒരു ദിവസം വന്നു. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വിഷമത്തിലെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. അതായത് വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഫാദർ കൊട ഇങ്ങനെ പിടിക്കും ഞങ്ങളുടെ മേത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഈ പാസ്റ്റർ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ ഒരു ആലോചന പറയുന്ന ആലോചന എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാഹചര്യങ്ങൾ, അതാ ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയല്ല, ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളെയാണ് ദൈവം ചെയ്യുന്നത്. പെട്ടെന്ന് ഈ പാസ്റ്റർ വന്ന് ദൂത് അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂത് പറയാ, അമ്മാമ്മേ ഈ മോളെ ദൈവം അമേരിക്കയിൽ അയക്കും, അതോടുകൂടി നിങ്ങളെ അമേരിക്ക മോള് കൊണ്ടുപോകും. അന്ന് എനിക്ക് 10 വയസ്സുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഈ ആലോചന പാസ്റ്റർ പറഞ്ഞപ്പം നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, പിറ്റേ ദിവസം എങ്ങനെ ഫുഡ് കഴിക്കും, ഓല വാങ്ങിക്കാൻ പൈസ ഇല്ല, ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൂത് എന്തുവാ കേട്ടത്, അമേരിക്കയിൽ വിടുമെന്ന്. ഭയങ്കര ആലോചന, ഭയങ്കരമായിട്ട് ആലോചന പറഞ്ഞു. പെട്ടെന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഓല എങ്ങനെ വാങ്ങിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അമേരിക്ക എന്നുള്ള കാര്യം, അമേരിക്ക എന്ന് പേര് പോലും വന്ന് നമ്മളധികം കേൾക്കുന്ന സമയമല്ല. എന്നാൽ ഈ പാസ്റ്റർ പറഞ്ഞ ദൂത് ഇന്നും അന്നും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവിടെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മേൽ കർത്താവിൻ്റെ ഒരു ആലോചന അറിയിച്ചാൽ നമ്മൾ അതിനെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ദൈവം അത് സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. പെട്ടെന്ന് ഞാൻ ഈ ദൂതെടുത്ത്, ഈ പാസ്റ്റർ പറഞ്ഞ ദൂത് അന്ന് എൻ്റെ ചെറിയ മനസ്സിൽ, നമ്മുടെ ആ ചെറുപ്രായത്തില് ഞാൻ പെട്ടെന്ന് എന്തോ എടുത്തു, ആ ആലോചന അതുപോലൊരു പേപ്പറിനകത്ത് എഴുതി വെച്ച് എൻ്റെ ബൈബിളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടുകാർക്കും ആർക്കും അറിയത്തില്ല, സീക്രട്ടായിട്ട് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഒരു ദൂത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ദൃഷ്ടിയിൽ അസാധ്യം, പക്ഷേ എൻ്റെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. പെട്ടെന്ന് ഇത് എന്നും ഞാൻ അന്ന് തൊട്ട്, കഴിഞ്ഞ ദിവസം അമ്മ ഇന്നാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആ ബൈബിളില്, ആ പഴയ ബൈബിളിൽ ഇപ്പോഴും നീ എഴുതി വെച്ച ആ പേപ്പർ ഇരിക്കുന്നെന്ന് പറഞ്ഞ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാ. എന്നാൽ അന്ന് എഴുതി വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ അമേരിക്കയിൽ അയക്കണം. എന്തോ എൻ്റെ മനസ്സിൽ ഈ അമേരിക്ക എന്നുള്ള ആ ഒരു സ്വപ്നം, നമ്മളെ ജീവിതത്തിലെ എന്തോ പറയുന്നത്, പ്രതീക്ഷയില്ലാത്തടത്ത് ദൈവം പറഞ്ഞ ഒരു വാക്തത്വത്തെ നമ്മൾ അന്നങ്ങ് ഏറ്റെടുത്തു. ഈ അമേരിക്ക എങ്ങനെങ്കിലും ഒന്ന് എത്തണമെന്നുള്ളൊരു വലിയൊരു സ്വപ്നം, വാക്തത്വം. ആ വാക്തത്വത്തെ ഞാൻ അന്ന് തൊട്ട് എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം എൻ്റെ മനസ്സിൽ ഇത് അമേരിക്കയിൽ പോകണം. എന്നാലും നമ്മുടെ സാഹചര്യത്തിൽ ഒട്ടും പറ്റാത്ത കാര്യമാണ്. എനിവേ അങ്ങനെ ഞങ്ങളെ കഴിഞ്ഞു പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചു വീടൊക്കെ ദൈവം തന്നു, ഓലയെന്നൊക്കെ മാറി നല്ല വീടൊക്കെ, കുഞ്ഞു വീട് തന്നു, ദൈവം തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ
കല്യാണം, എനിക്ക് നേഴ്സിങ്ങിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്, നേഴ്സിങ്ങിന് പോകാൻ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ അമേരിക്ക വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ പറയും, അല്ലീസ് നീ നേഴ്സ് ആണെങ്കിൽ അമേരിക്കയിൽ പോകാം എന്നിങ്ങനെ പറയും. പക്ഷേ എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ അതൊന്നുമല്ല. കർത്താവിന് ഒരാളെ വിടണമെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ എൻ്റെ ആ മനസ്സിൽ അന്ന് പ്രാർത്ഥിച്ചു. അവസാനം എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ അങ്ങനെ ഒരു നല്ല കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, അങ്ങനെ പോകുന്ന സമയത്ത് എന്നാൽ പണപരമായിട്ട് വളരെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളാണ്. എന്നെ മുന്നോട്ട് വിട്ട് പഠിപ്പിക്കാൻ ഒന്നും അവർക്ക് സാഹചര്യമില്ല. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 11ഉം 12ഉം 12th വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാവരും ഒരു ആലോചന പറയും, അമ്മാമ്മ ഈ മോളെ ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അന്നത്തെ സമയമൊക്കെ നമുക്ക് ഈ പൈസ സ്ത്രീധനം കൊടുക്കണമല്ലോ, ഇതൊക്കെയാണല്ലോ മാതാപിതാക്കളുടെ ഭയങ്കര ഒരിത്. അപ്പൊ എങ്ങനെ ഇവളെ കെട്ടിക്കുന്നത്, അതാ എൻ്റെ അമ്മയുടെ ദുഃഖം, എപ്പോഴും കരയുന്ന ഇതാ, എങ്ങനെ ഇവളെ കെട്ടിച്ചു വിടുന്നത്. അപ്പം വരുന്നവര് ദൂത് പറയുന്നത് എന്ന് വെച്ചാൽ, അമ്മാമ്മ ഒന്നും വിഷമിക്കണ്ട കേട്ടോ, ഒന്നും പൈസ കൊടുക്കാതെ ഈ മോളെ കല്യാണം കഴിക്കുമെന്നൊക്കെ ഇങ്ങനെ ദൂത് പറയും. അപ്പം കർത്താവ് എല്ലാം നമുക്ക് ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് കല്യാണാലോചനകൾ വരാൻ തുടങ്ങി. പല കല്യാണാലോചനകൾ വരുമ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ നോക്കുന്നത്, എപ്പം കല്യാണാലോചന വരുമ്പോഴും ഞാൻ വെറുതെ ആണെങ്കിലും നോക്കും, അമ്മ അത് അമേരിക്ക വല്ലതും ആണോ എന്ന്. കാര്യം ഈ അമേരിക്ക എൻ്റെ തലയിൽ അന്ന് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് ഈ അമേരിക്ക ഇങ്ങനെ കിടക്കുക. അപ്പം ഒരിക്കലും അമേരിക്ക വരാൻ ഒരു ചാൻസും ഇല്ല. കാര്യം നമ്മുടെ പഠിത്തമോ നമ്മുടെ സാഹചര്യത്തിലൊന്നും അമേരിക്ക എന്നൊരു കല്യാണം വരത്തില്ല. എന്നാൽ ഗൾഫിൽ നിന്ന് കല്യാണങ്ങൾ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സജി എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ഒരു കല്യാണം പെട്ടെന്ന് ഇത് വന്ന സമയത്ത്, ഞങ്ങളുടെ ഇടമണ്ണി തന്നെയുള്ളത്, അവരുടെ വീട്ടുകാരെല്ലാം ഇടമണ്ണിലുണ്ട്. ഈ കല്യാണം വന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയി, അവരുടെ വീട്ടുകാരെല്ലാം അമേരിക്കയിലാ, ഹസ്ബൻഡിന്റെ വീട്ടുകാരെല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മാച്ചന്മാരും എല്ലാവരും അമേരിക്കയിലാ. അപ്പൊ ഞാൻ ഓർത്തു, ഇത് ഞാൻ പ്രാർത്ഥിച്ച പോലെ. പക്ഷെ വന്നപ്പോൾ എന്തോ ഈ കുടുംബം മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ പോകാത്തത്, ഈ കുടുംബം ഗൾഫിലുള്ളതാ. പക്ഷെ ആ ദൈവാലോചന അറിയിച്ചു ഈ വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നും. അങ്ങനെ ദൈവം ആലോചന അറിയിച്ച പ്രകാരം കല്യാണം നടന്നു. ദൈവത്തിന്റെ കണ്ണുകൊണ്ട് ഒരു പൈസ പോലും ഞങ്ങൾക്ക് ചെലവ് വന്നില്ല. ഫുള്ള് അവർ തന്നെ പൈസ കൊടുത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെയും കൊണ്ട് കല്യാണത്തിന്റെ ഇതെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുകളും വരാതെ ദൈവം അത്ഭുതമായിട്ട് എൻ്റെ കല്യാണം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട കല്യാണം നടന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഹസ്ബൻഡിന് അന്ന് 21 വയസ്സേ ഉള്ളൂ. അങ്ങനെ കല്യാണം നടന്നതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേന്, അപ്പം നമ്മൾ ഈ സാഹചര്യത്തിൽ ഞാൻ പാഷനോട് പറയാൻ വന്നത്, ഈവന്തോ എൻ്റെ കല്യാണത്തിന് കാണാൻ വരുമ്പം എനിക്ക് കല്യാണത്തിന് ഉടുത്തു നിൽക്കാൻ ഒരു സാരി ഇല്ല. എൻ്റെ ഫ്രണ്ടിന്റെ സാരി കടമെടുത്താ ഞാൻ അന്ന് അവിടെ നിൽക്കുന്നത്. കാര്യം അങ്ങനെ പോലും ഒരു കാര്യം വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ദൈവം പെട്ടെന്ന് എൻ്റെ കല്യാണം നടന്നു. അങ്ങനെ ഞങ്ങൾ ഗൾഫിൽ പോയി. എന്നാൽ എൻ്റെ ഈ ചെറുപ്രായത്തിലെല്ലാം എപ്പോഴും ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും, അന്ന് തൊട്ടേ പ്രാർത്ഥനാ ജീവിതം, ഏത് സമയവും കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക, ഇത് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ, ഞാൻ പറയും നമ്മുടെ ലൈഫിലെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം. എപ്പോഴും ഞാൻ പറയുന്നത്, പ്രാർത്ഥനാ ജീവിതം ഉള്ള വ്യക്തിയാണോ നീ ഒരിക്കലും തകരത്തില്ല. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കും എന്ന് ഞാൻ പറയും. എന്നാൽ സാഹചര്യങ്ങളോ നമ്മുടെ അപ്പുറമായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി. 3 മാസമേ നാട്ടിൽ നിൽക്കേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് നല്ല ജോലി, എല്ലാം നല്ല സാഹചര്യം. നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത സാഹചര്യം. എന്നാൽ കല്യാണം കഴിച്ചത് നല്ല കുടുംബവും പണമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ കല്യാണം കഴിപ്പിച്ചത്. തന്നെ കല്യാണം കഴിപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ എൻ്റെ ഫാദറിന് ഭയങ്കര ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയി, കാര്യം ഭയങ്കര ഒരു കുടുംബത്തിലാണ് മിനിയെ കല്യാണം കഴിപ്പിച്ച എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഞാൻ ഗൾഫിൽ ചെന്ന് പാസ്റ്ററെ, അവിടെ ചെന്നപ്പം നമ്മളെ ഗൾഫിൽ ചെന്ന് എത്തിയ നിമിഷം മുതൽ പിന്നെയും പ്രാർത്ഥനാ ജീവിതം
കാര്യം അവിടെ ചെന്നപ്പോഴും എല്ലാവരും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോഴും എൻ്റെ ഹസ്ബൻഡിന് അതിനൊരു എതിരുമില്ല. അവര് 4th ജനറേഷന് പെന്റക്കോസ്റ്റൽ കുടുംബം അവരെ. എന്നാൽ ആത്മീയ രീതി നോക്കുമ്പോൾ നോർമലി പോകുന്ന ഒരു വ്യക്തി. അപ്പം പണ്ടൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ ലൈഫിൽ എപ്പോഴും എല്ലാവർക്കും ഒരു സ്വപ്നങ്ങളുണ്ടല്ലോ, കല്യാണം കഴിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം. അപ്പം ചിലർ ചിന്തിക്കും വലിയ ജോലിയുള്ളവരെ കല്യാണം കഴിക്കണം, അങ്ങനെ പല ചിന്തകൾ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ എപ്പോഴും പണ്ട് തൊട്ടേ ഇങ്ങനെ ഓർക്കുമായിരുന്നു, വലിയ കൺവെൻഷൻ പ്രസംഗിക്കുന്നവരെ വേണം, കൺവെൻഷൻ പ്രസംഗിനോ, അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹം. ഞാനത് പേരൻസിനോടൊന്നും പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് വന്നപ്പോൾ എന്തുവാ തിരിച്ച് ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാല് ഒന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോലും അന്നത്തെ സമയങ്ങളിൽ താല്പര്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം പുള്ളി ഭയങ്കര സന്തോഷമാ, എന്നാലേ പ്രാർത്ഥനയുടെ കാര്യത്തിലൊന്നും അങ്ങനെ എന്ന് വെച്ചാൽ പണത്തിന്റെ ആ രീതി ജീവിച്ചു. എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 2 സാഹചര്യത്തിൽ വളർന്നവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ പക്ഷെ കർത്താവ് എപ്പോഴും നല്ലതേ തരത്തുള്ളൂ. ഇപ്പോഴും ഞാൻ പറയായിരുന്നു, ഇന്ന് ഇവിടെ മുന്നിൽ സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരാളെ തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുൻപിൽ സാക്ഷ്യം പറയുന്നത്. കാര്യം ഒത്തിരി ജീവിത അനുഭവങ്ങള് ആ കല്യാണത്തിന് ശേഷം അനേക അത്ഭുതങ്ങളുടെ കൂടി ദൈവം നടത്തുവാനിടയായി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ ചെന്നു. ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് ഒരു മോനെ തന്നു. മോൻ അന്ന് 3 വയസ്സ്. അപ്പൊ 3 ഇയർ ഉള്ളപ്പോൾ എല്ലാ മീറ്റിങ്ങിനും ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഞാനിങ്ങനെ ഉപവാസവും എല്ലാം 7 ഡേയ്സും ഇങ്ങനെ എവരി ടൈം ഈ പ്രാർത്ഥന ഉപവാസം. ആ സമയമൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു തരുക. നിന്നെ അതിനു മുമ്പേ ദൈവാലോചന പല പ്രാവശ്യം ദേവദാസന്മാരെ കൂടി അറിയിച്ചിട്ടുണ്ട്. ശക്തമായിട്ട് ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കും, അനേകരുടെ മുന്നിൽ ഒരു സാക്ഷ്യമാക്കും എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞാൻ അറിഞ്ഞില്ല, കർത്താവ് ഞാൻ പേടിച്ച ഒരു സാക്ഷ്യം തന്നെ, ഒരു വേർഡ് പറയുമ്പോൾ തന്നെ എന്നെ വിറയ്ക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാലോചന ഇങ്ങനെ ശക്തമായിട്ട് നിന്നെ എടുത്ത് ഉപയോഗിക്കുമെന്നൊക്കെയുള്ള ദൈവത്തിന്റെ ആലോചനകൾ, വാക്തത്വങ്ങൾ നാളുകൾക്ക് മുമ്പേ എന്നോട് അറിയിച്ചു. അങ്ങനെ ഞാൻ ഗൾഫിൽ ചെന്ന് ഇരിക്കുന്ന സമയം ഞങ്ങളുടെ പാസ്റ്ററിന്റെ വൈഫ് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക, എപ്പോഴും ഉപവസിക്കുക. ഒരു ആന്റിയുടെ പേര് റോസമ്മ ആന്റി എന്നാ പേര്. ആന്റി എന്നെ സ്പിരിച്വലി എൻ്റെ ഒരു മാതാവാണ്. ആ സമയങ്ങളിലൊക്കെ ഞാൻ ആന്റിയുടെ കൂടെ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് വേറെ ഒന്നിനും സമയം ചെലവാക്കത്തില്ല. ഏത് സമയം ഉപവാസം, പ്രാർത്ഥന. അപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കും, അയ്യോ ഈ ചെറുപ്പത്തില് നിനക്ക് വേറെ ഒന്നുമില്ലേ, എപ്പോഴും പ്രാർത്ഥന ഉപവാസം എന്ന്. അപ്പൊ എനിക്കറിയാം കർത്താവ് നമ്മളെ റെഡി ആക്കുന്നതിന് മുമ്പേ ഉണ്ടല്ലോ ചിലരെ ദൈവം നേരത്തെ അങ്ങ് സെലക്ട് ചെയ്യും കർത്താവ് എന്ന് ചോദിച്ചാൽ ചില തീച്ചൂളെ കൂടി ചില അനുഭവത്തിലൂടെ നമ്മളെ കടത്തി വിടുന്നതിന് മുമ്പേ ദൈവം നേരത്തെ സെലക്ട് ചെയ്യും. ഈ വ്യക്തിയെ എനിക്ക് വേണ്ടി ഉള്ളതാ. ആ സെലക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാ. ആ സെലക്ഷൻ കിട്ടിയോ നമ്മൾ അതിനകത്ത് ജയിച്ചെന്നാ പറയാം. ആ സെലക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത്, അതിന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, എൻ്റെ ലൈഫിൽ കൂടി ദൈവം കടത്തിവിട്ട അനുഭവം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം പാഷനോട് ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതുപോലൊരു ദൂത് കിടപ്പുണ്ടായിരുന്നല്ലോ, എന്തോ വെച്ചാൽ അമേരിക്ക എന്നുള്ള പിന്നെയും ദൂത്. സോ 93 ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗൾഫിൽ ചെല്ലുന്ന സമയം 93 ഇതുപോലെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയാണ് ഇരിക്കുമ്പോൾ, നമ്മുടെ ഇവിടെ ഡാളസിലുള്ള ഒരു അനിയൻകുഞ്ഞ് പാസ്റ്റർ എന്ന് പറഞ്ഞ ദേവദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് അന്ന് എന്നോട് ദൂത് പറഞ്ഞു, നിന്നെ കുടുംബമായി അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൂത് 10 വയസ്സിൽ കേട്ട ദൂത് അടുത്ത കേൾക്കുന്ന 21ാമത്തെ വയസ്സിലാ. ഈ സെയിം ദൂത് തന്നെ, അമേരിക്കയിൽ വിട്ട് ഞാൻ കുടുംബമായിട്ട് വിട്ട് പഠിപ്പിക്കും. ഇതാ ദൂത്. പക്ഷേ ദൂത് കേട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു, നമ്മളെ കുടുംബമായിട്ട് അമേരിക്ക വിട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞൊരു വേടാ, അടുത്തിരിക്കുന്ന ആരോണ്ടോടോ പറയേണ്ട ഒരു ദൂത് തിരിഞ്ഞു കയറി നിന്നോട് പറഞ്ഞതാ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ. പഠിക്കാൻ മിടുക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉഴപ്പി ആള് പേരൻസ് ഗൾഫിലെ ആള് നാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ഉഴപ്പി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കോളേജിലെ കയറി, പക്ഷെ അവിടെ പഠിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പേ കോളേജിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. കാര്യം അതുപോലുള്ള, അത് പാസ്റ്ററിന് അറിയാമല്ലോ, അത് പറയുമ്പോൾ എന്ത് ചോദിച്ചാൽ ഓരോ കോളേജിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ അതിന്റെ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം 10ാം ക്ലാസ് വരെ പഠിച്ച വ്യക്തി, പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി കുടുംബമായിട്ട് അമേരിക്കയിൽ പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. എൻ്റെ പഠിത്തം എന്ന് പറഞ്ഞാൽ ആകെ പ്രീഡിഗ്രി പഠിച്ച ഒരു വ്യക്തി ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കും, ഇതൊന്നും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയാൽ ഒരിക്കലും നടക്കില്ല. പക്ഷെ ദൈവം എനിക്ക് 10 വയസ്സുള്ളപ്പം ദൈവം പറഞ്ഞ ഒരു ദൂതുണ്ട്,
കുടുംബമായിട്ട് വിട്ട് നിന്നെ അമേരിക്ക വിടുമെന്നുള്ള ആ ദൂത് പിന്നെയും 21ാമത്തെ വയസ്സിൽ കയറി വന്നു. ആ ദൂത് തന്നെ പിന്നെയും കേട്ടു. എന്നാൽ പിന്നെയും സ്റ്റിൽ ആ ദൂതിനെ ഞാൻ കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചായിരുന്നു. കാര്യം നമ്മുടെ ലൈഫിൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി അതിന് നടക്കത്തില്ല എന്നെങ്കിലും പിന്നെ ഈ ദൂത് കേട്ടപ്പം പിന്നെ അതിനെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ ആലോചന വീണ്ടും അറിയിച്ചെങ്കിൽ ഈ ആലോചനയുടെ മേലൊരു വിടുതൽ. അങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടും പറയാൻ പറ്റത്തില്ല. ഞാൻ എന്നും ഡെയിലി പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 98 ഇത് 93 കാര്യം, 98 ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് മോനുണ്ടായി. മോൻ അന്ന് 3 വയസ്സോളം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ 98 എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ഞാനിങ്ങനെ സാവകാശം ചെന്ന് പറഞ്ഞു, സഹിച്ച ഒരു കാര്യം ചെയ്യാമോ, എനിക്ക് അറിയാം അമേരിക്കയിൽ പോയി പഠിക്കത്തില്ലെന്നറിയാം, എന്നാലും ഒരു കാര്യം ചെയ്യാമോ, എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് അമേരിക്ക വരെ ഒന്ന് കാണാൻ പോയാലോ, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ സഹിച്ചാൻ പറഞ്ഞു, വേറെ ജോലിയൊന്നുമില്ല മിനിക്ക് എന്തുവാ? ഞാൻ പറഞ്ഞു, ഇല്ല, അമേരിക്ക ഒന്ന് കാണാനൊരു ആഗ്രഹം, കാര്യം പണ്ട് പറഞ്ഞൊരു ദൂത് കിടക്കുന്നു. അപ്പോൾ സഹിച്ചാൻ എന്നോട് പറഞ്ഞു, ഓക്കെ. ആദ്യമൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വേറെ ജോലിയൊന്നുമില്ല, പക്ഷെ കീപ്പോൺ ഞാനിങ്ങനെ പുറകെ പറയും, പാവം മനുഷ്യന് എന്ത് പറഞ്ഞാലും ചെയ്തു തരും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പഴയ ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചത് കൊണ്ട് അതനുസരിച്ച് ഒന്നും പറയത്തില്ല, എല്ലാം ചെയ്തു തരുന്ന നല്ലൊരു മനുഷ്യൻ. അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വേറെ ജോലിയൊന്നുമില്ല, എനിക്ക് അമേരിക്കയും വേണ്ട, ഒരിടത്തും പോകണ്ട. അവസാനം ഞാനിങ്ങനെ ബോദർ ചെയ്ത് കാരണം എന്നോട് പറഞ്ഞു, ഓക്കെ, ഒരു ദിവസം നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട്, വിസ കിട്ടിയില്ലെങ്കിൽ വെറുതെ ഈ ദറാംസും പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല സഹിച്ച ഒരു പ്രാവശ്യം. അപ്പൊ അന്ന് അന്നത്തെ സമയം എന്ന് പറയുന്നത് ചെറുപ്പത്തില്. അപ്പൊ ഒരിക്കലും വിസ കിട്ടത്തില്ല, വിസിറ്റിംഗ് വിസ അവർ തരത്തേ ഇല്ല. എനിവേ സഹിച്ചാൻ ഇങ്ങനെ പറയുകയും ചെയ്തു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു അടയാളമായിട്ട് അലീഷ് ഒന്ന് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ എംബസി ചെന്ന് വിസയ്ക്ക് കൊടുത്തപ്പം പാസ്റ്റേ അന്ന് ഞങ്ങൾക്ക് വിസ കിട്ടി, വിസിറ്റിംഗ് വിസ കിട്ടി. അപ്പൊ എല്ലാ വർഷവും നാട്ടിൽ പോകുന്നതിന് പകരം വിസിറ്റ് വിസ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നുമില്ലെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാം. അന്നത്തെ കൊതിയാണ്, അന്നത്തെ ആഗ്രഹമാണ്, എല്ലാ മനുഷ്യന്റെ ലൈഫിലുള്ള ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത്. അങ്ങനെ ചർച്ചുകാർ പറഞ്ഞു, ഓ നിങ്ങൾക്ക് ചെറുപ്പത്തിലെ വിസ കിട്ടിയല്ലോ, നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 98 അമേരിക്കയിലെ കാണാനായിട്ട് വന്നു. 98 അമേരിക്കയെ കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ സഹിച്ചാൻ്റെ അങ്കിൾ അവിടെ ഉണ്ട്. അങ്കിൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, മോനെ നിനക്ക് ഇവിടെ കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡിനോട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കോളേജിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ബൈബിൾ കോളേജില്ല, കാര്യം അങ്ങനെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പം പറഞ്ഞു, ഇതുപോലെ അങ്കിള് പറഞ്ഞു, ഇല്ല നമുക്ക് ഈ കോളേജ് വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ റോഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ബൈബിൾ കോളേജ് അവിടെ കൊണ്ട് അങ്കിള് പറഞ്ഞു, മോനെ വെറുതെ എന്തോ എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ഓരോ പ്ലാനാ. അതിന് മുമ്പേ ഇതുപോലെ അങ്കിള് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മോനെ ഒന്ന് പഠിക്കാൻ കയറുന്നു പറഞ്ഞ് ഞങ്ങളെ കോളേജിൽ കൊണ്ടുപോയി. അപ്പം കോളേജിൽ ചെന്ന് പേരൊക്കെ എഴുതി ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നു. അപ്പം ഈ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക, ഇതെന്തിനാ ഫില്ല് ചെയ്യുന്നത്, വെറുതെ ഫില്ല് ചെയ്യുക, കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും നടക്കുന്നതോ നമുക്ക് വരാനൊന്നും താല്പര്യമില്ല. എന്നാലും അങ്കിള് പറഞ്ഞില്ല, മോൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പോ, എന്തെങ്കിലും കാലത്ത് അത് ദൈവഹിതമാണെങ്കിൽ ദൈവം അതിന്മേലൊരു അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ഫോമെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആ കോളേജ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോളേജ്. അപ്പം നമ്മളുടെ മേലുള്ള ആലോചനകൾ കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ഈ കോളേജ് കണ്ടതിന് ശേഷം ഇവർ ഓർത്ത് ഞങ്ങളവിടെ ജോയിൻ ചെയ്യാനാണെന്ന് ഓർത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് താമസിക്കാനുള്ള 2 ഡോം അവിടെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞ് $10,000, $10,000 ഒരു വർഷത്തെ ഫീസ്, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഈ ഡോമിലോട്ട് കയറിയ ഉടനെ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, ഈ സമയം നീ ഇവിടെ നിന്ന് മടങ്ങി പോവുക, അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിന്നെ ഈ കോളേജിൽ മടക്കി വരുത്തും. പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചെങ്കിലും ഞാൻ അത് ക്വയറ്റായിട്ട് കീപ്പ് ചെയ്ത് എൻ്റെ മൈൻഡിൽ. കാര്യം നമുക്കത് അന്നേരം പറഞ്ഞാലും ഒന്നും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് ക്വയറ്റായിട്ട് എൻ്റെ മൈൻഡ് കീപ്പ് ചെയ്ത്, കർത്താവെ അങ്ങനെ ഒരു ആലോചന എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞെങ്കിൽ എനിക്കറിയാം അത് സംഭവിക്കുമെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് 98 വന്ന് 1 മാസത്തോളം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കോളേജിൽ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, ഫോൺ നമ്പർ വെച്ചു, എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോയി. 98 തിരിച്ചു ചെന്ന് 1 മാസം കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പം പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് വന്നൊരു ദൈവദാസന ആ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എന്നോട് മാത്രം ഒരു ആലോചന പറഞ്ഞു,
അതായത് അന്ന് ഞങ്ങൾ ഇവിടെ വരുന്നത് ജൂലൈയിലാണ് ഇവിടെ വരുന്നത്, അമേരിക്ക വിസിറ്റിന് വരും ജൂലൈ. ഓഗസ്റ്റ് ആയപ്പോൾ തിരിച്ചു അടുത്ത എന്നോട് പറഞ്ഞു, നവംബർ മാസത്തിൽ നീ കണ്ണീരിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാ. അപ്പൊ അമേരിക്കയിൽ പോയി വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു, വളരെ ഹാപ്പി ആയിരുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചതുപോലെ അമേരിക്ക കണ്ടു, തിരിച്ചു വന്നു. പെട്ടെന്ന് ഈ ദൂത് ഇങ്ങനെ വരുന്നത്, അതായത് പെട്ടെന്ന് നിന്റെ ലൈഫിൽ ഒരു ഭയങ്കരം ദൈവം, അതായത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുശവന്റെ കയ്യിലെ പണിശാലയിലെ ഒരു മനോഹരമായ പാത്രമാക്കി തീർക്കുന്നത് പോലെ ദൈവം പണിതെടുക്കാൻ പോവുക. അതായത് നിന്റെ ലൈഫിൽ അതുപോലൊരു പ്രശ്നം കടന്നു വരിക. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് അതിന്മേൽ ഒരു വിടുതലയക്കും. അത് ലോകം മുഴുവൻ അറിയുന്ന ഒരു സാക്ഷ്യമായിരിക്കും എന്നൊരു പെട്ടെന്ന് ആലോചന പറഞ്ഞു. പെട്ടെന്ന് ഈ പാഷനെ പിന്നെ കണ്ടില്ല, എന്തോ വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് അപ്പോൾ എന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആൻറ്റി റോസമ്മ ആൻറ്റി പറഞ്ഞു, മോളെ ജോലി വല്ലതും സജിയുടെ പോകുന്നതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ദൂത് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ ആ പാസ്റ്റർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അതെങ്ങനെ അത് എടുക്കുന്നെന്ന് അറിയത്തില്ല ജനങ്ങളെ, പക്ഷേ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എസ്തർ ദൈവസന്നിധിയിൽ ഉപവസിച്ചതുപോലെ നീ 3 ദിവസം ഉപവസിക്കണമെന്നാണ് പറഞ്ഞത്. കാര്യം ഞാൻ ആ വേർഡ് അതുപോലെ ഏറ്റെടുത്ത് 3 ദിവസം ദൈവസന്നിധിയിലെ വെള്ളം കുടിക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് 3-ാമത്തെ ദിവസം എനിക്ക് വരാൻ പോകുന്ന സംഭവം കർത്താവ് അതുപോലെ ദർശനത്തിൽ എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ കാണുന്ന കാഴ്ച, ഒരു സൈഡിൽ സൈച്ചാൻ മരിച്ചു കിടക്കുന്നു, എന്നാൽ ഒരു സൈഡിൽ സൈച്ചാൻ നിന്ന് പ്രീച്ച് ചെയ്യുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചത്. പെട്ടെന്ന് ഇത് കേട്ട് 3-ാമത്തെ ദിവസം ഈ സ്വപ്നം കണ്ട് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ സഹിച്ചാൻ പറഞ്ഞു, വെള്ളം കുടിക്കാതിരിക്കുന്നതിൻ്റെയാ ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ എനിക്കറിയാം എന്തോ എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഭയങ്കരമായിട്ടും എനിക്കറിയാം ദൈവം എനിക്കൊരു പ്രത്യേക കൃപ തന്ന ആ സ്വപ്നം കാണിച്ചിട്ട് ആ ഒരു വലിയ കൃപയോടുകൂടിയാണ് ഞാൻ അന്ന് എഴുന്നേറ്റതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് തലവേദന വന്നു. അന്ന് എനിക്ക് 24 വയസ്സ്, ഹസ്ബൻഡിന് 26 വയസ്സ്. പെട്ടെന്ന് തലവേദന വന്നു, നിർത്താത്ത തലവേദന, ഭയങ്കര പെയിൻ മെഡിസിൻ എടുത്തിട്ടൊന്നും തലവേദന പോകുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം അവർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല പിന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, എനിക്ക് തല അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന വേദനയാ എന്ന് പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അറിയുന്നത് തലയ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്ന ട്യൂമർ, ബ്രെയിൻ ട്യൂമർ. അതായത് അവര് പറഞ്ഞു ഇനി ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഗൾഫിൽ വെച്ചാ ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് ദൈവം പറഞ്ഞ ദൂത ആലോചന, ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയി കഴിഞ്ഞിരിക്കുന്നു, ആള് ഇനി 2 ആഴ്ചയിൽ കൂടുതൽ ജീവിക്കുമെന്ന് തന്നെ അറിയത്തില്ല, അതുപോലെ തലക്കകത്ത് നിറഞ്ഞിരിക്കുന്ന ട്യൂമർ. ഈ ട്യൂമർ 15 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തെന്നാ പറയുന്നത്. ഇത് വ്യാപിക്കാവുന്നിടത്തെല്ലാം വ്യാപിച്ചു. ലാസ്റ്റ് ബ്രെയിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് പുഷ് ചെയ്തപ്പോഴായി തലവേദന വരുന്നത്. പെട്ടെന്ന് ഈ വാർത്തയാ കേൾക്കുന്നത്. അന്ന് പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പം അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. കർത്താവെ, എനിക്ക് ഒരു നല്ല സന്തോഷകരമായ ഒരു ജീവിതം അങ്ങോട്ട് വന്നതേ ഉള്ളൂ, പെട്ടെന്ന് എന്നാൽ പെട്ടെന്ന് എന്നെ ആ സ്വപ്നം പെട്ടെന്ന് എന്നെ ധൈര്യപ്പെടുത്തി. അങ്ങനെ പെട്ടെന്ന് അവസാനം അവിടെ ഗൾഫിൽ പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. രാത്രി മുഴുവൻ ഒത്തിരി കരഞ്ഞു. നമ്മൾ മനുഷ്യരാ, നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു അവസ്ഥ വരുമ്പം മുന്നോട്ടിനി എന്തുവാ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരും. എന്നാൽ വാക്തത്വം ഒരു സൈഡിൽ കിടക്കുന്നു, സാഹചര്യം വേറൊരു സ്ഥലത്ത്. എന്നാൽ കർത്താവ് വാക്തത്വത്തെ പെട്ടെന്ന് ഞാൻ വാക്തത്വത്തെ കയറി മുറുകെ പിടിച്ചു. അന്ന് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നാട്ടിൽ പോയി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പോകുന്നതിന് മുമ്പേ ഒരു ദിവസം ചർച്ചിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര സങ്കടം, വിഷമം. കാര്യം ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും സഭയായിട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം പാസ്റ്ററിനോട് ഞാൻ പറയാം, അന്ന് 10 വയസ്സപ്പോൾ എന്നോട് ദൂത് പറഞ്ഞ ആ ദേവദാസൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, ഗൾഫിൽ അന്ന് വിസിറ്റിനുണ്ടായിരുന്നു. അപ്പൊ ആ ദേവദാസൻ ഈ സംഭവം കേട്ടിട്ട് ആ ദേവദാസൻ ഒരു കാര്യം പറഞ്ഞു, ആ കുഞ്ഞിനോട് ഞാൻ അന്നൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, അവൾ ഒരിക്കലും വിധവയാകത്തില്ല. ഈ ദേവദാസൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഗൾഫില് വിസിറ്റിന് വന്നതാ. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ദൈവം ഓരോന്നും കറക്റ്റ് സമയത്ത് ഓരോരുത്തരെയും വിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന, അവള് വിധവയാകാനായിട്ട് ദൈവം സമ്മതിക്കേയില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ ഞങ്ങൾ നാട്ടിൽ പോയി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അവിടെ ചെന്നു.
അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഫുള്ള് തലയ്ക്കകത്ത് വ്യാപിച്ചു കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ വ്യക്തി 2 ആഴ്ചയിൽ കൂടുതൽ ജീവിക്കത്തില്ല. പെട്ടെന്ന് അവർ ബയോപ്സി എല്ലാം ചെയ്തു, 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയി കഴിഞ്ഞു. ഈ വ്യക്തി ഇനിയും 2 ആഴ്ചയിൽ കൂടുതൽ ജീവിക്കും, തല ഓപ്പൺ ചെയ്തിട്ട് ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന തീച്ചൂളയുടെ അനുഭവങ്ങളെ, എന്നാൽ ഒരു ഭാഗത്ത് നെഗറ്റീവുകളെ ഡോക്ടേഴ്സ് പറയുന്നു നടക്കുകയില്ല. പക്ഷെ ഞാൻ ആ സമയം കയറി പിടിച്ച വാക്തത്വം ഏതാണെന്ന് ചോദിച്ചാൽ, കർത്താവെ, എൻ്റെ 10ാം വയസ്സിൽ എന്നോട് പറഞ്ഞ ഒരു ആലോചനയുണ്ട്. എൻ്റെ 21ാമത്തെ വയസ്സിൽ ആ ദൂത് വീണ്ടും കേൾപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ ലൈഫിൽ അത് ദൈവം ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവന്തോ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം ശ്രീചിത്രയെ ചെയ്യാൻ പറ്റത്തില്ല, ശ്രീചിത്ര കംപ്ലീറ്റ്ലി തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ 2 ആഴ്ചയോളം കിടന്നു. അവിടെ വെച്ചും അവർ ബയോപ്സി ചെയ്തിട്ട് പറഞ്ഞു 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയി, കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ കീമോ ചെയ്യാനായിട്ട് അന്നത്തെ സമയത്തിൽ അനുവദിച്ചില്ല. കാര്യം അവർ പറഞ്ഞു ചെയ്തിട്ടും കാര്യമില്ല, ഈ വ്യക്തി 2 ആഴ്ചയിൽ കൂടുതൽ ജീവിക്കുകയില്ല. പക്ഷേ കർത്താവ് ഒരു ദിവസം ഇതുപോലെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പം ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഈ ആളിനെ എത്ര വയസ്സ് വരെ വേണം നിന്റെ ജീവിതത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ ആ ബൈബിളിൽ എഴുതി വെച്ചു ഒരു വയസ്സ്. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്നിത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പറയും, അവിടെ പറയുന്നുണ്ട് ആശ അറ്റു എന്ന് പൗലോസിനോട് പറയുന്നത് എന്തുവാ, റോമിൽ നിൽക്കേണ്ടതാകുന്നു, ആശ അറ്റു, ഇനി പ്രതീക്ഷിക്കാൻ വകയില്ല. എന്നാൽ രാത്രിയിൽ ദൂതം വന്ന് പൗലോസിനോട് പറയുന്നു, അല്ലേ, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന പോലെ ഓരോ സാഹചര്യത്തിലും ദൈവം എന്നെ അവിടെ എല്ലാം ബലപ്പെടുത്തി. അപ്പം ഞാൻ 24 വയസ്സേ ഉള്ളൂ, മോന് 3 വയസ്സ്. പെട്ടെന്ന് പേരൻസ് എല്ലാം കരയാൻ തുടങ്ങി. എല്ലാവരും കരച്ചിൽ, ആരുമില്ല ഒരു ഒരു ഹോപ്പായിട്ട് പറയാൻ. എല്ലായിടത്തുനിന്നും വിഷമങ്ങളും പ്രയാസങ്ങളും. എന്നാൽ കർത്താവിനോട് പറഞ്ഞ വാക്തത്വം, നീ എഴുതി വെക്ക ഈ വ്യക്തി എത്ര വയസ്സ് വരെ വേണമെന്നുള്ളത്. ഞാൻ അതിനെ എഴുതി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് ഈ വ്യക്തിയെ ജീവിതത്തിൽ തന്നെങ്കിൽ എന്നെ ഈ ചെറുപ്രായത്തിൽ വിധവയാക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഹസ്ബൻഡ് കരയത്തില്ല. ഹസ്ബൻഡും ആ സമയമായിട്ട് എന്നെ പെട്ടെന്ന് ഭയങ്കര വിഷമമായി. പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു, ഞാനും കുഞ്ഞും എന്തോ ആയിത്തീരും എന്നൊക്കെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ടും വിഷമം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്വാസം ഉണ്ടോ എന്ന് പോലും നോക്കും. കാര്യം അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരിക്കുക. അവസാനം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു സർജറി ചെയ്ത് നോക്കാം, പക്ഷേ അവർക്കൊന്നും സക്സസ് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇത് എവിടെ നിന്ന് എടുക്കണം എവിടെ നിന്ന് അവസാനിക്കണം അറിയത്തില്ല. അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ട്യൂമറാണ്. എല്ലാ MRIകളും എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പറയുക, ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു. പെട്ടെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇനി ഈ ഹോസ്പിറ്റലിൽ ചെയ്യണ്ട. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഞങ്ങളെ തിരിച്ച് വീട്ടിൽ വന്നു. എങ്ങനെ എല്ലാവരുടെയും മാനുഷ്യ ചിന്തയിൽ ആളിന്റെ തലയിൽ ഇനി തൊടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം പ്രാർത്ഥിക്കുന്നു. അന്നേരം ഞാൻ പറയുന്ന ഒരു ദൂത് എന്തുവാന്ന്, അന്നും പറയുന്ന ഒരു കാര്യം എന്ന് അറിയാമോ, എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കുടുംബമായിട്ട് വിട്ട് അമേരിക്ക വിട്ട് പഠിപ്പിക്കുമെന്ന്. ഇത് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന എന്തുവാ, ഞാൻ പെട്ടെന്ന് മാനസിക അവസ്ഥയിൽ ഇവൾ എന്തൊക്കെയോ പറയുന്നു. പക്ഷേ മാനസിക അവസ്ഥയല്ല, നമ്മളോട് കർത്താവ് സംസാരിച്ചു കഴിഞ്ഞാലേ അത് മാനസിക അവസ്ഥയല്ല, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം എന്നുള്ളതാ. അങ്ങനെ പെട്ടെന്ന് അവസാനം തൃശ്ശൂരിലുള്ള ഒരു ഹോസ്പിറ്റല്, ഡോക്ടർ ജോർജ് ഗോവറെ, മേരി കോവറിന്റെ മകന് ഡോക്ടർ ജോർജ് ഗോവറെ, ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തൃശ്ശൂര് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ജോർജ് ഗോവറിന്റെ അടുത്ത് ചെന്ന് ജോർജ് ഗോവർ കണ്ടിട്ട് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല, പക്ഷെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ഞാൻ ദൈവഹിതമെങ്കിൽ മാത്രം ഈ വ്യക്തിയുടെ തലയിൽ കൈ തൊടും, ഇല്ല എങ്കിൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എനിവേ ഞങ്ങൾ അന്ന് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റായി. 3 ദിവസത്തോളം ദേവദാസൻ പ്രാർത്ഥിച്ചു ഈ വിഷയത്തിന്മേലെ. ആ ദേവദാസൻ പറയുന്നത്, ദേവദാസൻ ചെയ്ത സർജറിയിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സർജറി ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ. ആ ദേവദാസന് ഒത്തിരി സങ്കടം തോന്നിയ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, മോന് 3 വയസ്സ്. എന്നാൽ ഭയങ്കരമായിട്ട് പറഞ്ഞു ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ദേവദാസന്റെ വാക്കുകൾ ഭയങ്കര ആ സമയത്ത് ബലപ്പെടുത്തി. എന്നിട്ട് 3ാമത്തെ ദിവസം പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജോർജ് ഗോവർ സർജറി ചെയ്തു. സർജറി ചെയ്തെങ്കിലും 13 മണിക്കൂർ നീണ്ടു നിന്ന സർജറിയിൽ ഒരു ശകലം എടുക്കാനേ പറ്റിയുള്ളൂ. കാര്യം അതുപോലെ ഇത് വെയിനിലെല്ലാം കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
എന്നിട്ട് 13 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ബ്ലീഡിങ് തുടങ്ങി. പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഈ സർജറി കഴിഞ്ഞെങ്കിലും ഡോക്ടർ ജോർജ് കോർ പറഞ്ഞു, ഇനി ഒരിടത്തും പോകരുത്, കാര്യം ട്യൂമർ ബാക്കിൽ അതുപോലെ ഇരിക്കുക, മാനുഷ്യ കരങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്തു, ബാക്കി ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, ഏത് നിമിഷം എന്തും സംഭവിക്കാം, അതുകൊണ്ട് ആ ട്യൂമർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അതുപോലെ ബാക്കി വെച്ചിട്ട് സർജറി ചെയ്തു. അങ്ങനെ റേഡിയേഷൻ കൊടുത്തു. റേഡിയേഷൻ കൊടുക്കുന്നതിന് മുമ്പേ ഒരു അത്ഭുതം നടന്നത്, കീമോ ഒന്നും ചെയ്യാൻ ഇടയായില്ല. പക്ഷേ 3 ദിവസം സർജറിയുടെ ശേഷം ജോർജ് കോവൂർ തിരിച്ചുകൊണ്ട് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഇതിന് ബയോപ്സിക്ക് വിട്ടപ്പോൾ ഇത് ക്യാൻസർ അല്ല, നോർമൽ ട്യൂമർ ആണെന്നുള്ളൊരു ഭയങ്കര ഫസ്റ്റിലെ മിറക്കിൾ. ക്യാൻസറിനെ ദൈവം എടുത്ത് മാറ്റി നോർമൽ ട്യൂമർ ആക്കി. ഡോക്ടർ പറയുന്നത് സർജറി ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ അത്ഭുതം കണ്ടെന്ന് പറഞ്ഞു, കളർ ചേഞ്ച് ചെയ്യുന്നത് കാണാനിടയായെന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ ക്യാൻസറിനെ എടുത്ത് മാറ്റി നോർമൽ ട്യൂമർ ആക്കി. ട്യൂമർ അതുപോലെ തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒത്തിരി കടഭാരം വന്നു. കാര്യം ഈ ഹോസ്പിറ്റൽ ചെലവൊക്കെ അപ്പം നല്ല പൈസ. അന്നേരം ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ അബുദാബിയിൽ നിന്ന്. നല്ല ജോലിയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മുടെ പണപരമായിട്ടുള്ള ഒത്തിരി സ്ട്രഗിളിലൂടെ നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ ലോൺ എടുത്താൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. തിരിച്ചു പോകാതിരിക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ നോക്കിയാൽ സഹിച്ചാൻ പറഞ്ഞില്ല, നമുക്ക് തിരിച്ചു പോകാം, ഇനി ഗൾഫിൽ പോകാം, പിന്നെയും ജോലി ചെയ്യാം. എന്നാൽ ഈ സർജറിയുടെ തലേദിവസം ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, കർത്താവെ, ആയുസ്സിനെ തരുവാണ്, സൃഷ്ടിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചോളാം. അതായത് ജീവനെ തിരിച്ച് മടക്കി ദൈവം തന്നു, ഞങ്ങൾ ഇനിയുള്ള ആയുസ് കർത്താവിന് വേണ്ടി ചെലവഴിച്ചോളാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങളെടുത്തു. 6 മാസം ദൈവത്തോട് ചോദിച്ച് ഗൾഫിൽ പോയി ജോലി ചെയ്ത് പെട്ടെന്ന് കടം വിട്ടാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഗൾഫിൽ ചെന്നു. 6 മന്തോളമായിട്ട് നമ്മുടെ കടത്തിന് ഒരു ചേഞ്ചസും വരുന്നില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡിന് ആ സമയം ഇടത്തെ കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ്ലി ട്യൂമർ കാരണം പോയി. അതുപോലെ ബാക്കിയുള്ള ട്യൂമർ തലയിൽ ഇരിപ്പുണ്ട്. റിസ്കില്ല ഞങ്ങൾ തിരിച്ച് അബുദാബി പോകുന്നത്. എന്നാൽ ദൈവം അവിടെ 6 മാസം ആഹാറായപ്പോഴത്തേന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ദൈവദാസനെ ദൈവം അയച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാ സമയത്തും കർത്താവ് ഓരോരുത്തരെ അയക്കും. ഇപ്പൊ ആ ദൈവദാസൻ കാനഡയിലുണ്ട്. ആ ദൈവദാസനെ ഇതുപോലെ അന്ന് വിസിറ്റിന് നാട്ടിൽ നിന്ന് വന്നതാ. പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പം ദേവദാസനോട് ഞങ്ങളുടെ റൂമിന്റെ നമ്പരും ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ നമ്പരും ആ ദേവദാസന് പറഞ്ഞു അവിടെ പോയി അവരോട് ആലോചന പറയാനായിട്ട്. അങ്ങനെ ഗൾഫിൽ അപ്പം കൂടെ ഒരു മലയാളി ഉണ്ട്. പാസ്റ്റർ ഒന്നും ചോദിച്ചു, പാസ്റ്ററെ അത് വല്ല അറബികളുടെ വീടാണ്, എന്തോ ചെയ്യും? പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, ദൈവാത്മാവ് സംസാരിച്ചാല് അതൊരിക്കലും തെറ്റു പറ്റുകയില്ല. അങ്ങനെ ഈ ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ ടിജോ മാത്യു പാസ്റ്റർ കടന്നു വന്നു. ടിജോ മാസ്റ്റർ അവിടെ കടന്നു വന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് ദൈവാലോചന അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ അയച്ചതാന്ന് പറഞ്ഞു. ഈ പാസ്റ്റർ അവിടെ വന്നു. പാസ്റ്ററെ ഒരു 1.5 മണിക്കൂർ ഒന്നും അറിയത്തില്ല. ഈ പാസ്റ്റർ ഞങ്ങളെ അറിയത്തില്ല. പിന്നെ അറിയുന്ന റാന്നിക്കാരനായ പാസ്റ്റർ എന്നുള്ള പിന്നീട് അറിയുന്നത്. എന്നാൽ ഈ പാസ്റ്റർ വന്നിരുന്ന് ദൂത് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് ഇങ്ങനെ പറയുന്നത്, ഫസ്റ്റ് ദൂത് പറയാം, ഒരു ക്രെയിനിൽ നിന്ന് ഒരു സാധനം പൊക്കിയെടുക്കുന്നത് പോലെ മരണക്കിടക്കയിൽ നിന്ന് ഞാൻ നിന്നെ പൊക്കിയെടുത്തു കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി. രണ്ടാമത് പറയുന്നത്, നിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച ഇപ്പൊ ഇല്ല. അതൊക്കെ ദേവദാസിന് വെളിപ്പെടുത്തിയതാ. ഒരു മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ ജോലി പോകും, അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച ഇല്ലെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അബുദാബിയിൽ ആർക്കും അറിയത്തില്ല. പക്ഷെ പറഞ്ഞു, നിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എന്നാൽ വലത്തെ കണ്ണിന്റെ കാഴ്ചയും കൂടി നഷ്ടപ്പെടുന്നതിന് മുമ്പേ നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങാം. അപ്പൊ എന്റെ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു, പാസ്റ്ററെ 1ഉം 2ഉം അല്ല കടം, 40,000 രൂപയാ ദറാംസ് അവിടുത്തെ കടം, ഇതെല്ലാം. അപ്പം പെട്ടെന്ന് ഈ ദേവദാസൻ പറഞ്ഞു, നിന്റെ ക്യാൻസറിനെ എടുത്ത് മാറ്റാൻ ശക്തനായ ദൈവത്തിനാണോ നിന്റെ കടം ഒരാഴ്ചക്കുള്ളിൽ റെഡി ആയിക്കോ. അന്നേരമായി ദൂത് വീണ്ടും വരുന്നു. 98-ൽ നിന്നെ ഒരു രാജ്യത്ത് ദൈവം അയച്ചു. ആ രാജ്യത്ത് തന്നെ നിന്നെ ഞാൻ മടക്കി അയക്കാൻ പോവാ. വെള്ളക്കാരുടെ നടുവിൽ ഇരുന്ന് നീ വചനം പഠിക്കും. ആ കോളേജ് കരിങ്കല്ല് കെട്ടിയ ഒരു ബിൽഡിങ്ങാ. ആ ഫ്രണ്ട് പറഞ്ഞു, കരിങ്കല്ല് കെട്ടിയ ഒരു ബിൽഡിങ്, എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നു. കരിങ്കല്ല് കെട്ടിയ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന്റെ കോളേജിന്റെ അതേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് അടുത്ത ദൂത്, നിന്നോട് അന്ന് ദൈവാത്മാവ് സംസാരിച്ചു, അടുത്ത വർഷം അതേ സമയത്ത് നിന്നെ ഇവിടെ മടക്കി വരുമെന്നാണ്. ആ ആലോചന സംഭവിക്കാൻ പോവാ. ഈ ദേവദാസൻ ദൂത് പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ കോളേജിൽ നിന്ന് പേപ്പർ വരും, റെഡി ആയിക്കോ. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയാൽ ഒരിക്കലും നടക്കുകയില്ല. മനുഷ്യ ചിന്തകൾക്ക് ഒട്ടും നടക്കുകയില്ല. പ്രത്യേകിച്ച് തലയ്ക്കകത്ത് ട്യൂമർ ബാക്കി ഇരിക്കുന്നു. ഇവിടെ വന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല. ഒരു വശത്ത് ലോൺ കിടക്കുന്നു. എന്നാൽ ഈ ദേവദാസൻ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ പൊക്കോ, ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് അവിടെ വഴി നടത്തും.
അതിനുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം ചെയ്തു തരും എന്ന് പറഞ്ഞ് ഈ ദൂത ആലോചന പറഞ്ഞു. അതിനുശേഷം ഇവിടെ വന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളെ 1.5 മണിക്കൂറോളം ദൈവാലോചന പറഞ്ഞു. ഈ ദൈവാലോചന എല്ലാം ഞാൻ എഴുതിയെടുത്തു. അതെല്ലാം ഇന്നും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൂത അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ 99 സെയിം ഡേറ്റില് ഈ കോളേജ് ഞങ്ങളെ വിളിച്ചു. അഡ്മിഷൻ റെഡിയായി. വിശ്വാസത്താൽ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് കയറി വന്നു. വരുന്ന വഴിയിലെ എയർപോർട്ടിൽ വെച്ച്, ദുബൈ എയർപോർട്ടിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച തിരിച്ച് ദൈവം കൊടുത്തു. അങ്ങനെ 2 കണ്ണിനും കാഴ്ച ഉള്ളവനായിട്ട് ഞങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട് അമേരിക്കയിലെ 99 ഏത് സമയത്ത് 98 അയച്ചോ അതേ സമയത്ത് 99 റോഡ് ഐലൻഡിലെ ഈ കോളേജിൽ അന്ന് ഏത് ഡോമിലാണ് താമസിക്കാൻ തന്നെ ആ റൂമിൽ തന്നെ ഞങ്ങളെ ദൈവം ഇവിടെ അയച്ചു. അങ്ങനെ ഇവിടെ വരാനിടയായി. അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഫസ്റ്റില് ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഫീസ് അന്ന് പറഞ്ഞല്ലോ $10,000 ഞങ്ങൾക്ക് കൊടുക്കേണ്ടത്. അപ്പം ആ പൈസ വന്ന സമയത്ത് നമ്മൾ അവിടെ ഫുള്ളി കടം, എനിവേ ഒരാഴ്ച കൊണ്ട് കടം കംപ്ലീറ്റ്ലി ദൈവം മാറ്റി തന്നു. കമ്പനിയിൽ നിന്ന് സെറ്റിൽമെന്റ്, ചർച്ചിൽ നിന്ന് ഗിഫ്റ്റ്, എനിവേ ഞങ്ങൾക്ക് ടിക്കറ്റിനുള്ള പൈസയും $1000 കൈ കൊണ്ടുവരാനായിട്ടും ദൈവം തന്നു. ഈ $1000 ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഒരു വശത്തൂടി തലയ്ക്കകത്ത് ട്യൂമറുണ്ട്, പഠിത്തത്തിനുള്ള സ്കോളർഷിപ്പ് ഇല്ല, ജോലിയില്ല, ഇൻഷുറൻസ് ഇല്ല, എല്ലാ റിസ്കിലും. പക്ഷെ ഞാൻ പറയുന്നത് എന്തുവാ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുവാൻ ശക്തനായ ദൈവം. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ മിറക്കിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, നോക്കുമ്പോൾ ശൂന്യത, എന്നാൽ അവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞാൻ ഒത്തിരി കണ്ടു. അങ്ങനെ ഇവിടെ വന്ന് 99 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പഠിക്കാനായിട്ട് കോളേജിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫീസ് കൊടുക്കണം, $10,000 കൊടുക്കേണ്ടത്. ഇപ്പം ഞങ്ങൾ പോകുന്ന IPC ഹെബ്രോൻ ചർച്ച്. അന്ന് ഈ ചർച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡിനെ അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പറഞ്ഞു, മോനെ ഇവിടെ ഒന്ന് വന്നിട്ട് നീ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അന്ന് സാക്ഷ്യം ഒന്നും പറയത്തില്ല, ജസ്റ്റ് ചെറുതായിട്ടൊക്കെ സാക്ഷ്യം പറയും, വചനമൊന്നും അത്രയൊന്നും അറിയത്തില്ല. എന്നാൽ ഒരു 10 മിനിറ്റ് സാക്ഷ്യം പറഞ്ഞു. ആ ചർച്ചിൽ നിന്ന് ആദ്യം ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് $10,000 ഫസ്റ്റ് ഗിഫ്റ്റ്. ആ $10,000 കൊണ്ട് ഞങ്ങളുടെ കോളേജിലെ ജീവിതം ആരംഭിച്ചു. എവരി സൺഡേകളിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും മീറ്റിങ്ങുകൾ. എത്ര എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ പറയായിരുന്നു കർത്താവിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. അമേരിക്കയിൽ വന്ന് 10 വർഷം ജോലി ഇല്ലാതെ ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഓർക്കും, കർത്താവ് ഇന്നിപ്പം ചെറിയ കടമുണ്ട്, അന്നൊരു കടവും ഇല്ല, അന്ന് ക്രെഡിറ്റ് കാർഡും ഇല്ല, കടവുമില്ല. ദൈവം അങ്ങനെ $10,000 കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ദൈവം അവിടെ 2 വർഷത്തോളം പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അത്ഭുതകരമായ രീതിയിൽ ദൈവം വഴി തുറന്നു. അന്ന് ഞങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചിലർ ചോദിച്ചിട്ടുണ്ട്, നീ ജോലിയൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ നിനക്ക് നൂലെ ദൈവം കെട്ടിയിറക്കുമോ പൈസ എന്ന് ചോദിച്ചിട്ടുണ്ട്. റോഡ് ഐലൻഡിൽ വെച്ച് ഒരു സംഭവം നടന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു $300 ആവശ്യമുണ്ടായിരുന്നു. അവിടെ എല്ലാം വെള്ളക്കാരാ, നമുക്കറിയുന്ന ഒരു മലയാളികളോ അവിടെ ഒരു മനുഷ്യരുമില്ല. എന്നാൽ ഒരു ദിവസം വെളുപ്പിന് സമയം റൂമിന്റെ അകത്ത്, ആ കവർ എൻ്റെ ബൈബിളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, റൂമിന്റെ നടുക്ക് ഒരു കവറിനകത്ത് $300 ദൈവം ഞങ്ങൾക്ക് തന്നു. ഇന്നും അത്ഭുതമാ. എനിക്കറിയാം എൻ്റെ കർത്താവ് തന്നെ ഇറക്കി, നൂലെ കെട്ടിത്തരുമെന്ന് പറഞ്ഞ് ദൈവം ഇറക്കി തരും. അതുപോലെ പല പ്രാവശ്യം മെയിൽ ബോക്സിൽ വന്ന്, അത് അന്ന് ദൂത് പറഞ്ഞതാ, മെയിൽ ബോക്സിൽ വന്ന് പൈസ ഇരിക്കും. നിങ്ങളുടെ ആവശ്യ സമയമാകുമ്പോൾ കർത്താവ് അത്ഭുതത്തിന്റെ വഴികളെ തുറന്നു തരും. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം അത്ഭുതകരമായിട്ട് ആ കോളേജിലെ ഫീസ് 2 വർഷം കൊടുക്കാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവം എപ്പം എല്ലാ ആഴ്ചകളിലും ദൈവം മീറ്റിങ്ങുകൾ, എന്നാൽ വല്ലതും പ്രസംഗിക്കാൻ വലിയ കഴിവുണ്ടായിട്ടോ ഒന്നുമല്ല, പക്ഷേ എവിടെ ചെന്നാലും നമുക്ക് വേണ്ടുന്ന ആ എമൗണ്ട് ദൈവം തന്നെ അത്ഭുതമായിട്ട് ഒരു ദിവസം പോലും $1 ദൈവം ബുദ്ധിമുട്ടി വന്നില്ല. ഭയങ്കര അത്ഭുതം. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് വണ്ടിയുടെ വിഷയം ഉണ്ടായിരുന്നു. ഒരു അപ്പച്ചന് $15,000 എടുത്ത് തന്നിട്ട് പറഞ്ഞു, മോനെ നീ ഒരു പുതിയ വണ്ടി വാങ്ങിച്ച് ഓടിക്കുക, $15,000. അങ്ങനെ ഞാൻ പറഞ്ഞ ഒത്തിരി സ്റ്റോറികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം അത്ഭുതമായിട്ട് ദൈവം വഴികളെ തുറന്നു. അതാ ഞാൻ പറയുന്നത്, സാഹചര്യത്തെ ഒരിക്കലും നോക്കില്ല. കർത്താവ് നമ്മളോടൊരു ദൂത് പറഞ്ഞെങ്കിൽ കുടുംബമായിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പഠിച്ച ഒരു വ്യക്തി, IELTS ടോഫലോ ഇല്ല, 11ഉം 12ഉം ഇല്ല, നേരെ ബാച്ചിലർ ഡിഗ്രി എടുക്കാൻ ദൈവം സഹായിച്ചു. അതാ ഞാൻ പറയുന്നത്, ഇന്നും ദൈവം അത്ഭുതങ്ങളുടെ ദൈവം.
നമുക്കെല്ലാം ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അത്ഭുതം എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നുമില്ലാത്തടത്താണ് ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പറ്റുന്നത്. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ അവസാനം ദൈവത്തിന്റെ ആലോചന പ്രകാരം 2 വർഷം അവിടെ പഠിച്ചു. അതിനുശേഷം അറ്റ്ലാന്റയിലെ ഒരു വർഷം പഠിച്ചു. അതിനുശേഷം ദൈവം ഞങ്ങളെ സിയാറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം അയച്ചു. അവിടെ അപ്പൊ ഈ ദേവദാസൻ പറയുന്നുണ്ട് 3ാമത്തെ കോളേജിൽ നിന്നായിരിക്കും നീ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അതെല്ലാം കറക്റ്റ് പോയിക്കൊണ്ടേയിരുന്നു. 3ാമത്തെ കോളേജിൽ നിന്ന് ദൈവം ഗ്രാജുവേറ്റ് ചെയ്യിപ്പിക്കും. ആ കോളേജിനെ കയറുന്ന സമയത്ത് നിനക്ക് അവിടെ നിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കും എന്നുള്ള ദൈവീയ വാക്തത്വങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്തത്വങ്ങൾ ഇങ്ങനെ നമ്മുടെ മുൻപിൽ കേട്ടത് കൊണ്ട് നമ്മൾ ഈ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം അതിനെ പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന സമയങ്ങളാണ്. അങ്ങനെ ഈ ട്യൂമർ, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ട്യൂമർ സ്റ്റില് തലയിലുണ്ട്. ആ ട്യൂമർ അവർ എടുക്കാൻ കഴിഞ്ഞില്ല, ഒരിക്കലും അത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ന്യൂയോർക്കിലെ സ്കാൻ ചെയ്തപ്പോൾ സ്റ്റിൽ ആ ട്യൂമർ അതുപോലെ ആ തലയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ബാക്കി എല്ലാ അത്ഭുതങ്ങളും നടന്നല്ലോ, ഈ ബാക്കി ഇരിക്കുന്ന ട്യൂമറിനെ ദൈവത്തിന് കളയാൻ കഴിയുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം 21 ഡേയ്സ് ദൈവസന്നിധിയിലെ കംപ്ലീറ്റ് ആയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പം 21ാമത്തെ ദിവസം ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഈ ട്യൂമർ കംപ്ലീറ്റ് ഒരു ലൈറ്റ് അടിച്ചിട്ട് ഈ ട്യൂമർ കരിഞ്ഞു പോകുന്ന ഒരു അനുഭവം. ഞാൻ പറഞ്ഞു, കർത്താവേ, അതെനിക്കൊരു അടയാളമായിട്ട് കാണിക്കണം. അങ്ങനെ 21ാമത്തെ ഉപവാസം തീരുന്ന ദിവസം ഞങ്ങൾ കോളേജിലോട്ട് റോഡൈനിലോട്ട് പോകുന്ന വഴി കണക്റ്റിക്കട്ടി വെച്ച് ഒരു ജെയിംസ് എന്ന് പറയുന്ന ഒരു ബ്രദറിന്റെ വീട്ടിലെ ഒരു പ്രെയർ നടക്കുക. അപ്പം ആ ബ്രദർ വിളിച്ചു, ബ്രദറെ, ഇവിടെ ഒരു പ്രെയർ ഉണ്ട്, അതിന് കയറിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്നാ കയറിയിട്ട് സൈജാന് തിങ്കളാഴ്ച കോളേജിലും പോകണം, എനിവേ ഈ പ്രെയറിൽ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പ്രെയറിനകത്ത് അറ്റൻഡ് ചെയ്തു. അന്ന് അവിടെ വന്നത് ലിജു പണിക്കർ എന്ന് പറയുന്ന ഒരു ദേവദാസനായിരുന്നു. ആ ദേവദാസൻ അന്ന് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും പുറയിൽ ഇങ്ങനെ ടയർഡായിട്ട് ഇരിക്കുക. കാര്യം വണ്ടി എത്രയും മൈൽ ഓടിച്ചു വന്ന ക്ഷീണത്തിൽ ഇങ്ങനെ പുറയിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ദേവദാസനെ വചനം എടുത്തത് ഇതായിരുന്നു, രക്തസ്രാവമുള്ള ശ്രീ യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ സൗഖ്യം വന്നു. പെട്ടെന്ന് ഈ ദേവദാസനെ ആ ഒരു വേർഡ് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് തലയിലോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിലെ നിന്റെ തലയിലുള്ള ട്യൂമറിന് പരിപൂർണ സൗഖ്യം വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ പ്രാർത്ഥിച്ച് തലയിലോട്ട് കൈവച്ചതും ഭയങ്കര ആരാധന. ഞാനതാ പറയുന്നത്, നമ്മൾ ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ജീവിതാനുഭവമായി ഏതൊരു വിഷമമോ പ്രയാസം വന്നാലേ പ്രാർത്ഥനാ മുറിയിൽ കയറുക. പേഴ്സണൽ പ്രെയർ പണ്ട് തൊട്ടേ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. കണ്ടിന്യൂ ചെയ്യുന്നതാ. 3-4 മണിക്കൂറുകളെ മിഡ് നൈറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞെന്നറിയാമോ, നമ്മളെ ദൈവം ഇതെല്ലാം ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ അത്ഭുതങ്ങൾ നടക്കും. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് കയറിക്കേ. ഏത് വിഷയങ്ങൾക്ക്, വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് മറുപടിയുമായിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ പ്രാർത്ഥനാ മുറി. ഇന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാ. എത്ര ബിസി ആണേലും അപ്പനുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും, അതുപോലെ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നതിന് എപ്പോഴും ഒത്തിരി എൻകറേജ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവിന്റെ ആരാധനയിലുണ്ടല്ലോ വിടുതലുകളാണ് സംഭവിക്കുന്നത്. അന്ന് ആ ട്യൂമറിന് പരിപൂർണ സൗഖ്യം വരുന്നെന്നുള്ള ദൈവാലോചന കേട്ടിട്ട് വീട്ടിൽ തിരിച്ച് റോഡനിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്കിക്കൂടി ഇങ്ങനെ വരാൻ തുടങ്ങി. ബ്ലഡും ഇങ്ങനെ ഒരു കഷണങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു, മിനി, ആരുമില്ല ആ സാഹചര്യത്തിൽ, മിനി ഇതെന്തുവാ പെട്ടെന്ന് സംഭവിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോകണോ, ഇതെന്തുവാ ബ്ലീഡിങ് ആകുമ്പോൾ. നമുക്കറിയാം, ഒന്നോർത്ത് നമ്മൾ ഈ പറയുമ്പോൾ എളുപ്പം, പക്ഷെ തലയ്ക്കകത്തൂടി ഇരിക്കുന്ന ട്യൂമറിനെ പറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സഹിച്ചാ വിഷമിക്കണ്ട, ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചതാ, ഇത് ലൈറ്റ് അടിച്ച് കംപ്ലീറ്റ്ലി മാറുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട, സൈജാൻ്റെ ഈ ട്യൂമർ പറഞ്ഞു പോകാന്ന് പറഞ്ഞു. 2 ആഴ്ചയോളം ഇത് പോയി. അപ്പം സൈജാന് നല്ല ധൈര്യമാണ് പറയുമ്പോൾ. കാര്യം എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ നമ്മൾ പറയുമ്പോൾ സൈജാൻ ഓരോ അനുഭവങ്ങൾ മനസ്സിലാക്കി ദൈവം ഇത് പറയുന്നതിനകത്ത് ഭയങ്കര ഇതാ. അപ്പം പറഞ്ഞാൽ സാരമില്ല മിനി, കുഴപ്പമില്ല, മിനി അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ആള്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വരുക. അങ്ങനെ വന്ന് ഇത് 2 ആഴ്ച അങ്ങ് നിന്നു. അതിനുശേഷം ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ സൈജാൻ്റെ മൂക്കിൽ കൂടി ഇങ്ങനെ ലീക്ക് ചെയ്യാൻ തുടങ്ങി.
തുടങ്ങി. എന്നാൽ ഈ ട്യൂമർ പോയോ ഇല്ലേ എന്നൊന്നും ചെയ്യാൻ നമുക്ക് അന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ ഇൻഷുറൻസ് ഒന്നുമില്ല. അന്ന് പഠിക്കുന്ന സമയമാണ്. അങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2002 ട്യൂമർ കംപ്ലീറ്റ്ലി പറഞ്ഞു പോകുന്നത്. എന്നാൽ അതിനുശേഷം MRI ചെയ്യാനോ CT ചെയ്യാനോ ഒന്നും സാഹചര്യം കിട്ടിയില്ല. ഇങ്ങനെ കണ്ടിന്യൂ യാത്ര ചെയ്തു. എന്നാൽ മണിക്കൂർ ഒത്തിരി മൈലുകൾ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നത്. എവിടെ മീറ്റിംഗ് വിളിച്ചാലും മൈലുകൾ വണ്ടി ഓടിക്കുക. അന്ന് ഞാൻ ഡ്രൈവ് ഒന്നും ചെയ്യത്തില്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒക്കെ 1000 മൈലുകളോ 2000 മൈലൊക്കെ ഒറ്റയ്ക്ക് വണ്ടി ഞങ്ങൾ ഒന്നിച്ച് പോയി വണ്ടി ഓടിച്ച്, മോനൊന്ന് ഒന്നിച്ച് പോയി വണ്ടി ഓടിച്ച് മീറ്റിംഗ് നടത്തിയിട്ട് വരും. അപ്പോൾ ഒക്കെ ദൈവം ഒന്നോർത്തോണം നമ്മളെ ഈ ട്യൂമറിന്റെ ആ ഒരു പേടിയോ ഭയമോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഭയങ്കര ധൈര്യവാനായിരുന്നു കേട്ടോ. എന്ത് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഭയങ്കര ധൈര്യം. ഇന്നും അതാ എന്നെ ഒത്തിരി ബലപ്പെടുത്തും. കാര്യം നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭയങ്കരമായിട്ടും ചിലപ്പോൾ നമുക്ക് ഈ വ്യക്തികൾ പറയുന്ന വേർഡുകൾ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തും. സഹിക്കാൻ പറയാം, അത് സാരമില്ല മിനി, അത് സാരമില്ല, ഇങ്ങനെ എപ്പോഴും പറയും. അങ്ങനെ ദൈവം ആ ട്യൂമർ കംപ്ലീറ്റ് മാറി. അതിനുശേഷം ഈ ഫ്ലൂയിഡ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവെ ഇനിയും എനിക്ക് മനസ്സിലായി ആ ട്യൂമർ കംപ്ലീറ്റ് മാറിയതാണെന്നുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾ റോഡ് ഐലൻഡ് എന്നുള്ള കോളേജിൽ നിന്ന് അറ്റ്ലാന്റ പഠിച്ചു. അതിനുശേഷം സിയാലിലേക്ക് അവസാനമായിട്ട് ഞങ്ങൾ മൂവ് ചെയ്തു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞു. സക്സസ് ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിച്ച ആളെ ഇവിടെ വന്ന് ഇവിടെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പഠിച്ച് എല്ലാത്തിനും A ഗ്രേഡ് വാങ്ങിച്ച് നല്ല GPയോട് കൂടി എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര അത്ഭുതമെന്നാണ് പറയാനല്ലാതെ ഒന്നുമില്ല. കാര്യം ഇത്രയും സാഹചര്യത്തിലൂടെ പോയ ഒരു വ്യക്തിയെ ദൈവം ഇവിടെ വന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ഞാനതാ പറഞ്ഞേ 93 പറഞ്ഞ ആ ദൂത, അതാ ഞാൻ പറയുന്നത്. നിന്നെ കുടുംബമായി അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ദൈവം ചെയ്തിരിക്കും. എന്നാൽ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കും നമ്മുടെ ഈ തിരുച്ചുള്ളയുടെ അനുഭവങ്ങൾ മാറിയിട്ടില്ല. ഇങ്ങനെ പണിതെടുത്ത് ദൈവം ആ കറക്റ്റ് ഒരു മനോഹര പാത്രമാകുന്നിടം വരെ നമ്മളെ ഇങ്ങനെ, അതാ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു തകർന്ന വ്യക്തിക്ക് മാത്രമേ ഒരു തകർന്ന വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചിലതിൽ തകർക്കുന്ന എന്തിനാന്ന് ചോദിച്ചോണ്ടല്ലോ, തകർന്നവരെ എടുത്ത് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളൂ. എവിടെ നോക്കിയാൽ ഒരു തകർന്ന വ്യക്തിയായിരിക്കും എപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മളെ ആ തകർച്ചയെ കൂടി വിടുമ്പോൾ എനിക്കൊരു കാര്യം ഇപ്പം മനസ്സിലായെന്നറിയാമോ, ഞാൻ ഈ തകർച്ചയെ കൂടി പോയെങ്കിലും ഒരിക്കൽ പോലും കർത്താവിനോട് ചോദിച്ചിട്ടില്ല, കർത്താവ് എൻ്റെ ലൈഫിൽ എന്തിനാ ഇത്രയും വേദന തന്നെയെന്ന്. കാര്യം എനിക്ക് ഇന്നൊന്ന് മനസ്സിലാകും, തകർന്നു പോയോ നിന്റെ ലൈഫിൽ അതിൻ്റെ മഹത്വം കാണാൻ ഇടയാകുമോ എന്നുള്ളത്. എൻ്റെ ജീവിതാനുഭവം, നമ്മൾ ഏത് തകർച്ചയെ കൂടി പോയോ, ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ ഒന്നുമില്ലെന്ന് ചിന്തിച്ചാലും ഞാൻ പറയുക, കർത്താവ് പറഞ്ഞ പ്രോമിസ് ദൈവം, അതാ ഞാൻ പറയുന്നത്. എപ്പോഴും ഞാൻ ചിന്തിക്കും, ജോസഫിനെ ദൈവം സ്വപ്നം കാണിച്ചപ്പം നല്ല സ്വപ്നമാണ് വന്നത്. പക്ഷെ ജോസഫിന് പൊട്ടക്കിണറ്, പൊത്തിഫറിന്റെ ഭവനം, കാരാഗ്രഹം ഇതൊന്നും കാണിച്ചില്ല. നല്ല സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തിനെ ഒന്നും ഈ കാരാഗ്രഹത്തിനോ ഈ പൊട്ടക്കിണറിനോ ഒന്നും ഒതുക്കാൻ കഴിഞ്ഞില്ല. കാര്യം ആരാ സ്വപ്നം കാണിച്ചത്? കർത്താവാ സ്വപ്നം കാണിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അന്ത്യത്തോളം എത്തുവാൻ ശക്തനാണ്. കാര്യം ഇതെല്ലാം ജീവിതാനുഭവങ്ങളും, അതായത് നമ്മുടെ ജീവിതാനുഭവത്തെ ചോദ്യം ചെയ്യുവാനും നമ്മുടെ ഒന്നിനും കഴിയത്തില്ല. അതുപോലെ അനുഭവത്തിൽ കൂടി ഇപ്പം പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഈ തീച്ചുളയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് അവിടെയൊക്കെയും ആശ്വസിപ്പിക്കുന്ന കരം. ശരിക്കും ഞാൻ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എപ്പോഴും റൂമിൽ കയറുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി. കാര്യം നമ്മൾ ഈ കഷ്ടതയും തകർച്ചയും വരുമ്പോഴാണ് നമ്മളെ കൂടുതൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത്. അതാ പറഞ്ഞ, ഞാൻ മരുഭൂമിയിൽ നിന്നെ വശീകരിച്ച് കൊണ്ടുപോയി നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഓർത്തോണം, മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മളെ അവിടെ ഒന്നും തകർക്കാനല്ല, കർത്താവ് നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യും. അങ്ങനെ ഞങ്ങളെ പഠനം കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, സന്തോഷകരമായ ഡിഗ്രി കിട്ടി, ബാച്ചിലർ ഡിഗ്രി കിട്ടിയ സമയം ഞങ്ങളുടെ ഡിസംബർ കൊണ്ട് ഞങ്ങളുടെ വിസ തീരും. അങ്ങനെ ഇരിക്കുമ്പം സിയാലിലുള്ള ചർച്ചുകാരെ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഇവിടുത്തെ വിസ നിൽക്കാനുള്ള വിസ, ഗ്രീൻ കാർഡിലോട്ടുള്ള പേപ്പർ വർക്കുകൾ തരാമെന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ച് 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ കൺട്രി ഔട്ട് ആകണം, സ്റ്റുഡൻറ് വിസ തീരുക. അങ്ങനെ ഇരിക്കുമ്പോൾ ചർച്ച് ഫയൽ ചെയ്തു. ആദ്യം റിലീജിയസ് വിസയാണ് തരുന്നത്, അതിനുശേഷമേ ഗ്രീൻ കാർഡിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ റിലീജിയസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു, ഗ്രാജുവേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ആ ചർച്ചിലെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് അവിടെ ആ ചർച്ചിലെടുത്തു. ഇതൊന്നും വലിയ കഴിവോ കാര്യമോ ഉണ്ടായിട്ടല്ല, പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റുമെന്നുള്ളതിൻ്റെ
അതാ ഞാൻ പറയുന്നത്. അങ്ങനെ പേപ്പർ ഫയൽ ചെയ്തു. ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ ഓർത്തു എല്ലാം കഴിഞ്ഞു, ഇനിയും വിസ കിട്ടി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്ന് ഓർത്തു. എന്നാൽ അടുത്ത ട്രാജഡി ലൈഫിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം ആയപ്പോഴത്തേന് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ശ്വാസമെല്ലാം നിന്നു. പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. എൻ്റെ ഹസ്ബൻഡ് കസിൻ്റെ വീട്ടിൽ വെച്ചാൽ ഇത് സംഭവിക്കുന്നത്. അന്ന് മോന് 9 വയസ്സ്, മറ്റേത് സംഭവിക്കുമ്പോൾ 3 വയസ്സ്. അന്ന് 9 വയസ്സുണ്ട്. പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, എല്ലാം ബോധം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് 911 വിളിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഞങ്ങളോട് അവർ ചോദിക്കുന്നത്, അപ്പം ഞാൻ MRI, എൻ്റെ CT സ്കാന്, ഇവിടെ ന്യൂയോർക്കിലെടുത്ത പേപ്പർ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന ഉടനെ ഇവർ പെട്ടെന്ന് ചോദിച്ചു, പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ബ്രെയിൻ ട്യൂമർ വന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് ആ MRI എല്ലാം നോക്കിയപ്പം ബാക്കി ട്യൂമർ അവിടെ ഇരിക്കുന്ന ന്യൂയോർക്കിലെടുത്തതിനകത്ത് ട്യൂമറുണ്ട്. അതിനുശേഷം പറഞ്ഞു പോയതിൻ്റെ ഒന്നും നമ്മുടെ കയ്യിൽ പ്രൂവ് ഇല്ല. അന്നേരം പെട്ടെന്ന് ഇവർ പറഞ്ഞു ആ ട്യൂമർ ആയിരിക്കുമെന്ന്. പെട്ടെന്ന് MRI ചെയ്തിട്ട് ഇവർ പെട്ടെന്ന് വെളിയിൽ വന്നിട്ട് പറയുക, ട്യൂമർ കാണുന്നില്ല തലയിൽ, ട്യൂമർ അല്ല ഈ വ്യക്തിക്ക്. ഈ ട്യൂമർ ആരാ സർജറി ചെയ്തത്? ഈ ട്യൂമർ കംപ്ലീറ്റ്ലി മാറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് പറയുക, ഇവരോട് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവുമോ, മെഡിക്കലി പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂക്കിക്കൂടി ഇങ്ങനെ. അവർ പറഞ്ഞു നോ, ഇത് ആരോ സർജറി ചെയ്ത് ട്യൂമർ കംപ്ലീറ്റ്ലി മാറ്റിയെന്ന് പറഞ്ഞു. അന്നത്തെ ആദ്യത്തെ ഇതാ കംപ്ലീറ്റ്ലി ട്യൂമർ മാറിയെന്നുള്ളത്. അന്ന് MRI ദൈവം ഓരോന്നും കടത്തി വിട്ട് നമ്മളെ എല്ലാത്തിലും അത് പ്രൂവ് ചെയ്യുക. അപ്പം ട്യൂമർ ഇത് കംപ്ലീറ്റ്ലി മാറിയെന്ന് പെട്ടെന്ന് ഇവർ വന്ന് പറഞ്ഞു. പിന്നെ ഇവർ നോക്കി ഇനി ഈ ആളിന് എന്തോ പറ്റിയതാ. അങ്ങനെ ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. പെട്ടെന്ന് ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വരാനുള്ള റീസൺ അവർ നോക്കിയപ്പം ഈ ട്യൂമർ പറഞ്ഞ അന്നേരം തൊട്ട് ഈ CSF ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഈ ഫ്ലൂയിഡ് എൻ്റെ ഹസ്ബൻഡിൽ ലീക്ക് ചെയ്യുമായിരുന്നു. ഈ മൂക്കിക്കൂടി ഇങ്ങനെ വെള്ളം വരുമായിരുന്നു എപ്പോഴും. പക്ഷെ അങ്ങനെ CSF ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരും. പക്ഷെ ഇവർ ചോദിക്കുന്നത് ഇത്രയും വർഷമായിട്ട് ഈ വ്യക്തി എങ്ങനെ ഈ ഫ്ലൂയിഡ് ലീക്ക് ചെയ്തിട്ടും ഈ ആള് അവർ തന്നെ സ്റ്റഡി ചെയ്യുക ഇത്രയും നാൾ ജീവിച്ചിരുന്നത് എങ്ങനെ. അവസാനം പെട്ടെന്ന് പാസ്റ്ററെ ഇവര് പറയുന്നു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. പെട്ടെന്ന് വെന്റിലേറ്ററിലാക്കി. അത് 10-15 മിനിറ്റോളം ശ്വാസം എടുക്കാതിരുന്ന കാരണം അവർ പറഞ്ഞു ബ്രെയിൻ ഡെഡ് ആയിപ്പോയി, ഇനി ആള് തിരിച്ചു വരുമോ എന്നറിയത്തില്ല, കംപ്ലീറ്റ്ലി ആളെ പോയി. അങ്ങനെ പെട്ടെന്ന് വെന്റിലേറ്ററാക്കി. ഇവർ മെഡിസിൻ കൊടുക്കുന്ന, പക്ഷേ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ളൊരു ഇതാ. പിന്നെ ടെമ്പറേച്ചർ കുറയുന്നില്ല, മെഡിസിൻ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു വലിയൊരു കാര്യം കഴിഞ്ഞു, അടുത്ത ഒരു വലിയ പ്രശ്നം. അങ്ങനെ 2 ആഴ്ചയോളം ഇവർ വെന്റിലേറ്റർ ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പേപ്പർ വർക്ക് എല്ലാം അയച്ചു. എൻ്റെ ഹസ്ബൻഡ് സ്പോൺസറ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പക്ഷെ ഒരു വഴിക്കൂടി ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇല്ല, ഇവിടെ ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ് എല്ലാം തരാമെന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് കിടക്കുക. ഞാൻ പറഞ്ഞു ഇല്ല കർത്താവെ, ദൈവത്തിൻ്റെ പ്രോമിസ് കിടക്കുക, ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ 2 വീക്സ് കഴിഞ്ഞപ്പം ഇവർ വന്ന് പറഞ്ഞു ഇതുപോലെ ഇൻഷുറൻസിന്റെ പ്രോബ്ലം ഉണ്ട്. കാര്യം ഞങ്ങൾ സ്റ്റുഡൻറ് വിസയിലല്ലേ വന്നത്. അപ്പം ഇൻഷുറൻസിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഈ വ്യക്തിയെ മരിക്കാനായിട്ട് ഇനി അനുവദിക്കുക, ഈ വ്യക്തി ഇനിയും തിരിച്ചു വരത്തില്ല ജീവിതത്തിൽ. കാര്യം ബ്രെയിൻ ഡെഡായിപ്പോയി, ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒരു വിധത്തിലും 2 ആഴ്ചയായിട്ട്. അന്ന് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ എനിക്കൊന്നും അറിയത്തില്ല, അന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം, ഇപ്പം അതിൻ്റെ അർത്ഥം അറിയാം, അന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഈ ഡോക്ടർ വന്ന് പറഞ്ഞു ഇതുപോലെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി അവർക്ക് വെന്റിലേറ്റർ ഇടാൻ പറ്റത്തില്ല, ഇൻഷുറൻസിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഡിസിഷൻ എടുക്കേണ്ടി ആരാ? ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് ആരും ഇല്ല, എൻ്റെ കസിൻസായിട്ട് ആരുമില്ല. ഹസ്ബൻഡിൻ്റെ കസിൻസ് ഉണ്ട്. പക്ഷെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിലൂടെ പോയി. പെട്ടെന്ന് ഈ ഡോക്ടർ പറഞ്ഞു DNR ആക്കണമെന്ന്. അതായത് ഇന്ന് എനിക്കറിയാം DNR എന്ന് പറഞ്ഞാൽ എന്തോ ആണ്. അന്ന് DNR എന്ന് പറഞ്ഞ അർത്ഥം അറിയത്തില്ലായിരുന്നു. ഈ വ്യക്തിയെ മരിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് DNRന്റെ അർത്ഥം. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ പറയുമ്പോൾ എനിക്ക് പേരൻസ് ഇവിടെ ഇല്ല, എല്ലാവരും നാട്ടില്. ദൈവം പ്രോമിസ് ചെയ്തു, പഠിത്തം കഴിഞ്ഞു, എന്നാൽ കർത്താവെ വാഗ്ദത്തങ്ങൾ മുന്നിൽ കിടക്കുക. ഇല്ല, എനിക്കറിയത്തില്ല, എന്തോ ഡിസിഷൻ എടുക്കണം. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം പേപ്പർ. അന്നേരം അവർ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇവിടെ ഞാൻ കാണുന്നതാ ICUല്. പെട്ടെന്ന് ഫാമിലിയോട് ഡിസിഷൻ ചോദിക്കും, അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ വെന്റിലേറ്റർ മാറ്റും, ആൾ അന്നേരമേ മരിക്കും.
ഇതാ എന്നോട് ചോദിച്ചത് അന്നത്തെ ചോദ്യം. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ ഒന്ന് തരാമോ? ഞാൻ അന്ന് എല്ലാവരോടും വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, മിനി ആൻറ്റി അവർ പറയുന്ന ഇതാ, സഹിച്ചാന് ഇനി തിരിച്ചു വരത്തില്ല, ബ്രെയിൻ ഡെഡായി കഴിഞ്ഞു. അതുകൊണ്ട് മിനി ആൻറ്റി ഡിസിഷൻ എടുക്കുക, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, 1 മണിക്കൂർ എനിക്കൊന്ന് തരാമോ ഡോക്ടറെ, ഞാൻ ഒന്ന് അതിനുശേഷം ഡിസിഷൻ പറയാമെന്ന് പറഞ്ഞു. മോൻ 9 വയസ്സേ ഉള്ളൂ, അവനോട് എന്തോ ചോദിക്കാനാ ഇതിനെപ്പറ്റി. പെട്ടെന്ന് ഞാൻ ആ വിസിറ്റിംഗ് റൂമിൽ പോയി, പെട്ടെന്ന് നെടുമ്പാട് വീണ്, കർത്താവെ, ഞാൻ പണ്ട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം, ഓഡിയബിൾ വോയിസ് കേൾക്കണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നെടുമ്പാട് വീണ് കരയുക, കർത്താവെ, എനിക്കറിയത്തില്ല ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഞാൻ എന്താണ് ഡിസിഷൻ പറയേണ്ടത്. പെട്ടെന്ന് കരയുമ്പോൾ ഞാൻ ശബ്ദം കേൾക്കുക, ഇന്ന് നീ 2 അത്ഭുതം കാണും. പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ ഭയങ്കര ഒരു ധൈര്യത്തോടെ. കാര്യം ചോദിക്കുക, എങ്ങനെ നമ്മൾ സ്പിരിച്വലി നമ്മൾ കേൾക്കുന്ന ശബ്ദമാണ്. അത് ചിലർ ചോദിക്കും, അത് എങ്ങനെ കേട്ടു, എന്തുവാ? അതല്ല, ദൈവം നമ്മളോട് സംസാരിക്കുന്ന, കർത്താവുമായിട്ടൊരു ബന്ധമുള്ളപ്പോൾ നമ്മളോട് കർത്താവ് സംസാരിക്കും. പെട്ടെന്ന് ഒരു അത്ഭുതം, ഇന്ന് രണ്ട് അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവിടുന്ന്, പക്ഷേ ആ സമയം നമ്മുടെ മേൽ കർത്താവ് തരുന്ന ഒരു കൃപയെന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മൾ വളരെ ശക്തിയോടെ എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു, എൻ്റെ അപ്പൻ സംസാരിച്ചു എന്നോട്, ഇന്ന് 2 അത്ഭുതം നടക്കും, വാഗ്ദത്തങ്ങൾ കിടക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ പഠിപ്പിച്ച കോളേജിലെ ഡീനും പഠിപ്പിച്ച വേറെ ഒരു ആളും കൂടി വരുവാ എൻ്റെ ഹസ്ബൻഡിനെ കാണാനായിട്ട്. പെട്ടെന്ന് ഗ്രാജുവേറ്റ് ചെയ്തതാ, പക്ഷേ അവർ ഇങ്ങനെ പെട്ടെന്ന് വയ്യാതെ വന്നുകൊണ്ട് അവർ കാണാൻ വന്നതാ. എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ അവസ്ഥയെന്ന് പറഞ്ഞു. എനിവേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി പോയി കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആള് റെസ്പോണ്ട് ചെയ്തു. അന്ന് രാത്രി തന്നെ വെന്റിലേറ്ററിൽ നിന്ന് എടുപ്പിച്ചു. ദൈവം, ഞാൻ പറയുന്നത്, എനിക്ക് ഇത് പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എല്ലാ പ്രതീക്ഷ അറ്റുപോകുന്ന സമയത്താണ് കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങുന്നത്, ദൈവകരം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഈ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു. ദൈവം അത്ഭുതമായിട്ട് അന്ന് അടുത്ത അത്ഭുതം നടന്ന് ഞങ്ങളുടെ വീസ അന്ന് തന്നെ അപ്രൂവലായി കിട്ടി. ഈ 2 മിറക്കിളായിരുന്നു ദൈവം സംസാരിച്ചത്. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് ദൈവം അതിൽ നിന്നും വിടുവിച്ചു. അങ്ങനെ ദൈവം അത്ഭുതങ്ങളുടെ സാക്ഷ്യം. എന്നിട്ട് അവരെ സോഷ്യൽ വർക്കർ വന്നിട്ട് പേപ്പർ നോക്കിയപ്പം, ഇവിടെ സാധാരണ നമുക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ സ്പോൺസർ സൈൻ ചെയ്യണം. എൻ്റെ ഹസ്ബൻഡ് ഒരു കസിൻ സൈൻ ചെയ്യാൻ നേരം പെട്ടെന്ന് പുള്ളി പേന അങ്ങ് മാറ്റി, ഇല്ല സജി, എനിക്ക് സൈൻ ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയെന്നോ, അത് അവർക്കറിയാം എൻ്റെ ഹസ്ബൻഡിന് ട്യൂമർ ഉണ്ടെന്ന്. അതുകൊണ്ട് ആരും സൈൻ ചെയ്തില്ല, അവിടെ ബ്ലാങ്കായിട്ട് കിടന്നു. സ്പോൺസർ ഇല്ലാതെ പഠിച്ച വ്യക്തികളാണ് ഞങ്ങളിവിടെ. ദൈവം എന്ന് പറഞ്ഞാൽ കർത്താവാ സ്പോൺസർ. ദൈവം അവിടെ, ഞാൻ പറഞ്ഞില്ല, സ്പോൺസറിന്റെ അവിടെ ബ്ലാങ്ക്. അപ്പൊ അതുകൊണ്ട് എന്തോ എടുത്തെന്നറിയാമോ, $4,00,000 മേളിൽ $2 ആഴ്ചയിൽ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് വന്ന ബില്ല് കംപ്ലീറ്റ്ലി, മെഡിക്കൽ ബില്ല് ഇവിടുത്തെ ഗവൺമെന്റ് കംപ്ലീറ്റ്ലി എഴുതി തള്ളി, കംപ്ലീറ്റ്ലി അത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതത്തിന്റെ വഴികളിൽ ദൈവം നടത്തി, ദൈവം അത്ഭുതമായിട്ട് നടത്തി. എൻ്റെ ഹസ്ബൻഡ് അതിനുശേഷം നാട്ടിലും ഭോപ്പാലിലും ഇടയ്ക്ക് കുറേ നാളെ ദൈവത്തിന്റെ ഇത് മിനിസ്ട്രി ആയിട്ട് പോയി. പിന്നെ ഹെയ്റ്റിയിൽ കുറേ നാളെ പോകാനിടയായി. റീസെന്റ് എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു. 2 സ്ട്രോക്ക് അടുപ്പിച്ച് വന്നു. ഭയങ്കരമായ 2 സ്ട്രോക്കാണ് വന്നേ. എന്നാൽ സ്റ്റില് ദൈവം ജീവനെ എടുക്കാതെ ദൈവം പിന്നെയും സൂക്ഷിച്ചു. അപ്പൊ ഇടത്തെ കൈക്കും കാലിനും ഇച്ചിരി ഇതുണ്ട്. എന്നാൽ ആദ്യം നടക്കത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇപ്പം നടക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം ജസ്റ്റ് നാട്ടിലൊന്ന് തിരുമിക്കാനായിട്ട് പോയിരിക്കുക. എന്നാല് ഇന്ന് ഞാൻ പറയുന്നത്, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഇതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം. എനിക്കൊരു മോനെ തന്നു. അതായത് 3 വയസ്സിലെ 2 ആഴ്ചയ്ക്കുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ എൻ്റെ മോൻ്റെ കൈ പിടിച്ചുകൊണ്ട് കല്യാണത്തിന് എൻ്റെ ഹസ്ബൻഡ് പോയി. അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് ആരാ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. 2 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ ആളിപ്പോൾ 53 വയസ്സുണ്ട്. എനിക്ക് 52 വയസ്സും ഉണ്ട്. 30 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എല്ലാ സാഹചര്യത്തിലൂടെയും കർത്താവ് കടത്തിവിട്ടു. തീച്ചുള്ളിലൂടെ കടത്തിവിടുമ്പോഴും അപ്പനൊരിക്കലും കൈവിടുകയില്ല നമ്മളെ. ആ സമയമല്ല, നമ്മളെ അതിനകത്തോട്ട് പണിശാലയിലോട്ട് കടത്തി വിടുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് അറിയാമോ, അപ്പൻ്റെ കരം നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കും.
ഏത് സമയം നമ്മളെ ധൈര്യപ്പെടുത്തും, ആശ്വസിപ്പിക്കും. അതായത് മാനുഷ്യ കരങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിനെയെല്ലാം ഞാൻ പറയുമായിരുന്നു, പ്രാർത്ഥനാ മുറിയിൽ നടന്ന അത്ഭുതങ്ങളാണ് ഇതെല്ലാം. അതായത് ഏത് പ്രയാസം വന്നാലും ഓടിച്ചെല്ലുന്നത് പ്രാർത്ഥിക്കുന്ന മുറി. എപ്പോഴും ഞാൻ പറയുന്നതാ, എല്ലാ വ്യക്തികൾക്കും ഒരു പ്രാർത്ഥനാ മുറി വേണം. ആ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ ഏത് വിഷയമായിട്ട് നമ്മൾ ആ പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ നമുക്ക് അതിനകത്തുള്ള വിടുതൽ കാണുവാൻ ഇടയാകും. അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻകറേജ് ചെയ്യുന്നത് ആ പേഴ്സണൽ പ്രെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ദൈവമായിട്ട്. അതായത് നമ്മൾ മറ്റുള്ളവർ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, എന്നാൽ അതിനെക്കാട്ടിലും ഉപരി പേഴ്സണൽ പ്രെയർ എപ്പോഴും നമുക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടോ? നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഒരിക്കലും നീ തകരാനായിട്ട് അനുവദിക്കുകയില്ല. ഇങ്ങനെ അത്ഭുതങ്ങളുടെ കാര്യം ഒന്നുമില്ലാത്തിടത്ത് സകലത്തെയും ഉളവാക്കാൻ ശക്തനായ ദൈവം. അതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മിനി മാത്യൂസിന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ചില ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാനിടയായി തീർന്ന് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ആ പ്രാർത്ഥനാമുറിയിലെ അത്ഭുതങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചു, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? 10ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടതാണ്. അത് ഒരു പേപ്പറിൽ എഴുതി വേദപുസ്തക താളുകൾക്കിടയിൽ അത് തിരികെ വെച്ചു. അത് ഇന്നും അത് സൂക്ഷിക്കുന്നു. ആ എഴുതി വെച്ചതായ ആ എഴുത്ത് അന്വർത്ഥമായി തീർന്നു. ജീവിതത്തിൽ കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും വാഗ്ദത്തത്തിന് മാറ്റം വന്നില്ല. സാഹചര്യം അനുകൂലമല്ലായിരുന്നു, സാമ്പത്തികം ഒട്ടും അനുകൂലമല്ലായിരുന്നു. പ്രിയപ്പെട്ടവരാരും ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. പക്ഷെ വാഗ്ദത്തം ചെയ്ത, വാക്ക് പറഞ്ഞ ദൈവത്തിന് പിന്മാറാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറഞ്ഞ, ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്ന്. ദൈവത്തിന്റെ വാഗ്ദത്തം അത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടും. വാഗ്ദത്തം എല്ലാവരോടും വാഗ്ദത്തമുണ്ട്, പക്ഷെ വാഗ്ദത്തം എല്ലാവർക്കും ലഭിക്കില്ല. അതാണ് സത്യം. വാഗ്ദത്തം എല്ലാവർക്കും ലഭിക്കില്ല. വാഗ്ദത്തം ലഭിച്ച വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് അതിനു വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി അത് സ്വീകരിക്കുവാനുള്ളതായ ആ ഒരു തയ്യാറെടുപ്പിലേക്ക് ആര് യാത്ര ചെയ്യുന്നുവോ, നിൽക്കുന്നുവോ, അവർക്ക് മാത്രമേ ലഭിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രിയപ്പെട്ടവർ പറയുന്നു, ദൈവീയ വാഗ്ദത്തം ഉണ്ട് കേട്ടോ, ദൈവീയ വാഗ്ദത്തം ഉണ്ട്, ദേവദാസൻ ആലോചന പറഞ്ഞതാ, ദൈവീയ വാഗ്ദത്തം ഉണ്ട്. ഒരിക്കലും അങ്ങനെ പറഞ്ഞത് കൊണ്ടോ ആലോചന പറഞ്ഞത് കൊണ്ടോ ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ ആ ആലോചന പറഞ്ഞത് കൊണ്ടല്ലേ, ആ വാഗ്ദത്തം പറഞ്ഞതുകൊണ്ട് അത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊന്നും നല്ലതൊക്കെ കള്ളപ്രവചനമായിരുന്നു എന്ന്. അതല്ല, ആ വാഗ്ദത്തം അത് ശരി തന്നെയാണ്. പക്ഷെ ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ മാത്രമേ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവിന്റെ ദാസി ജീവിതത്തിൽ തെളിയിച്ചിരിക്കുക. സ്തോത്രം. ജീവിതത്തില് ഒരിക്കലും പ്രതീക്ഷയില്ലാതിരുന്ന, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ആ തലങ്ങളിലേക്ക് ആ ദൈവീയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസി അതിനുവേണ്ടി ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു. പക്ഷേ കടന്നുപോയതായ ആ നാളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് 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 നല്ല ഓർമ്മകൾ, ഒരുപാട് നല്ല അനുഭവങ്ങൾ, അസ്വാഭാവികമായ പല സംഭവങ്ങൾ ജീവിതത്തില് കടന്നു വന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത പല കാര്യങ്ങൾ ജീവിതത്തില് അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്ന് നേരിട്ടുള്ളതായ ചില ഇടപെടലുകൾ അതിലൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു.
സ്തോത്രം. കർത്താവിന്റെ ദാസിയെയും പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെയും മകൻ കുടുംബത്തെയും ദൈവം ധാരാളമായി പിന്നെയും ദൈവീയ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകട്ടെ. അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അസ്ഥിത്താഴ്വരയിൽ അഗസ്കിയേൽ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കുമോ? ചോദ്യം, ജീവിക്കുമോ? അതൊരു വാഗ്ദത്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ വാഗ്ദത്തത്തെ ഏറ്റുപറയാൻ തയ്യാറാകണം. ആ വാഗ്ദത്തം ഏറ്റുപറയാൻ തയ്യാറായെങ്കിൽ മാത്രമേ അത് ജീവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് അതുപോലെ അവിടെ കിടക്കും. സ്തോത്രം. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളോട് ദൈവീയ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടില്ലേ ദൈവം? എത്രയോ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? എസ്കേലിനോട് ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഒരുപാട് ആലോചനകൾ, ദൈവാലോചനകൾ നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷേ നമ്മൾ പറയും, വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ നടന്നില്ല, ഇനിയോട്ട് നടക്കാനും പോകുന്നില്ല. ഈ പോക്ക് പോയാൽ ഇനിയോട്ട് നടക്കാനും പോകുന്നില്ല. അതിങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കൂ, ഇത് പഴയ കഥയല്ല. നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞ ഒരു ജീവിക്കുന്ന ഒരു സാക്ഷ്യം. അമേരിക്ക പോയതുകൊണ്ടല്ല ഈ സാക്ഷ്യം പറഞ്ഞത്, ദൈവം ചെയ്തത് കൊണ്ടാണ് ഈ സാക്ഷ്യം. ദൈവമാണ് ചെയ്തതെന്നുള്ള വ്യക്തമായ ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞു, വേണ്ട വിദ്യാഭ്യാസമില്ല, ഈ പറഞ്ഞ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമില്ല, സാമ്പത്തികമില്ല, ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേറെ ആര് സഹായിപ്പാനുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ നടന്നത്? അത് ആ വാഗ്ദത്തത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായത്. സ്തോത്രം. നിങ്ങൾക്ക് കഴിയും. ഞാൻ പറയാം, നിങ്ങളെല്ലാം അമേരിക്ക പോകുമെന്നുള്ളതല്ല. സ്തോത്രം. അമേരിക്ക പോകണമെന്നുള്ളതൊന്നുമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ അമേരിക്കയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിന് കെരിത് തോട്ടിലും നിവർത്തിക്കാൻ പറ്റും, വിധവയുടെ ഭവനത്തിലും നിവർത്തിക്കാൻ പറ്റും. സ്തോത്രം. അപ്പൊ ദൈവീയ വാഗ്ദത്തം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയോടും വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ കേട്ടല്ലോ, ജോസഫിനോട് പറഞ്ഞില്ല നിന്നെ പൊട്ടക്കിണലിൽ ഇടുവെന്നോ കാരാഗ്രഹത്തിൽ ഇടുവെന്നോ ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് നീ വലിയവനാകും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പൊട്ടക്കിണറും കാരാഗ്രഹമൊക്കെ പൊത്തിഫറിന്റെ ഭവനമൊക്കെ അതിന്റെ ഇടയിലുണ്ട്. അക്കാര്യമൊന്നും ദൈവം കാണിച്ചു തരത്തില്ല. ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടി വരും ഇതുപോലെയുള്ള അനുഭവങ്ങൾ. അതൊന്നും ദൈവം നമ്മളോട് പറഞ്ഞെന്ന് വരികയില്ല. പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ദർശനം മറന്നുപോകും, വാഗ്ദത്തം വിട്ടുപോകുന്നത്. നമ്മൾ പറയും, എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സ്തോത്രം. ഇല്ല, എല്ലാം കഴിഞ്ഞില്ല. തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊരു തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ, താഴ്ച വരുമ്പോൾ, സ്തോത്രം, അവിടെയാണ് ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവരുന്ന അവിടെയാണ്. വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി ജീവിച്ചിരിക്കില്ല. കാൻസർ 4th സ്റ്റേജ്. പല ടെസ്റ്റുകളും പല ചികിത്സകളും ഒക്കെ കഴിഞ്ഞു. ഇനി ജീവിച്ച് കൂടി വന്നു കഴിഞ്ഞ ഒരാഴ്ച. ആമേൻ. ഇന്നും കർത്താവിന് വേണ്ടി അത്ഭുത സാക്ഷ്യമായി ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രോസസ്സിലൂടെ നമ്മൾ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു കൊടുത്തത് കൊണ്ടാണ്. വെന്റിലേറ്ററിലും കയറി, പക്ഷെ ഇന്ന് ജീവിക്കുന്നില്ലേ? ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നിട്ട് നിരാശയിലായിരിക്കുന്നവരാണോ? കൈവിടത്തില്ല, ദൈവം കൈവിടത്തില്ല. ദൈവീയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കൂ. പ്രാർത്ഥനാ മുറിയിലെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ കാണാൻ കഴിയും. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ അതിനുവേണ്ടി ചില വില കൊടുക്കേണ്ടി വരാം. എന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തം അത് ഉവ്വ് എന്ന് വിശ്വസിച്ച് ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടി കണ്ണുകളെ തുറക്കൂ, കാതുകളെ കൂർപ്പിക്കൂ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി നിൽക്കൂ. അത് മാത്രമേ ജയിക്കത്തുള്ളൂ. അത് മാത്രമാണ് ശരി.
മനുഷ്യൻ പറയുന്ന വാക്കുകളുടെ പുറകെ പോകരുത്. മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം പരാജയപ്പെടും. അതെല്ലാം നമ്മെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും കൊണ്ടുപോകും. മനുഷ്യൻ പറഞ്ഞു ജീവിക്കുകയില്ല, ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞെങ്കിൽ ദൈവം പറഞ്ഞു ഇല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ളതായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഈ ആയുസ്സിൽ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ അത് വെളിപ്പെടുത്തുവാനുള്ളതാണ്. സ്തോത്രം. അതിനുവേണ്ടി ഇന്ന് ഇപ്പോൾ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് കഴിയും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുക. ബഥാനിയയിലെ ഭവനത്തില് മാർത്തയും മറിയം പറഞ്ഞു ഇനി നടക്കത്തില്ല, 4 ദിവസമായി കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുക, നാറ്റം വെച്ചിരിക്കുക, ഇനി അങ്ങോട്ട് പോവേ വേണ്ട. പക്ഷെ യേശു പറഞ്ഞു വിശ്വസിച്ചാൽ ഇനി സംഭവിക്കും. നിന്റെ സഹോദരനെ ജീവിക്കും. നമുക്കറിയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, കല്ലറ വയ്ക്കുക, നാറിയ അവസ്ഥ. പക്ഷെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശു പറഞ്ഞെങ്കിൽ അത് അതുപോലെ അങ്ങ് വിശ്വസിക്കുക. സ്തോത്രം. പക്ഷെ ആ മഹത്വം കർത്താവ് വെളിപ്പെടുത്തിയത് അടുത്ത ചില ചോദ്യങ്ങൾ അവിടെയുണ്ട്, ചില പ്രോസസ്സുകളുണ്ട്. ആ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റുവാൻ യേശു പറയും. ഞങ്ങളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് കല്ലുരുട്ടി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് യേശുവിന് പറയാനുണ്ട്, നിന്റെ മുൻപിൽ നിനക്ക് തടസ്സമായിരിക്കുന്ന, അല്ലെങ്കിൽ നീ ഉരുട്ടി വെച്ചിരിക്കുന്ന നിന്റെ ചില ചിന്താഗതികൾ, ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചില കല്ലുകളുണ്ടല്ലോ, അതൊന്ന് ഉരുട്ടി മാറ്റ. സ്തോത്രം. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. നിങ്ങളോടുള്ള ദൈവീയ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. സ്തോത്രം. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സാക്ഷിയൊക്കെ പുറത്തു വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും, വെളിച്ചം കാണത്തില്ല. സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാം. സ്തോത്രം. ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ആ സന്തോഷം. സ്തോത്രം. സ്തോത്രം. ആമേൻ. ആ മറിയ യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു. ആദ്യം അവൾ വിചാരിച്ചു തോട്ടക്കാരനാണ്. പക്ഷെ മറിയേ എന്നുള്ള ആ വിളി കേട്ടപ്പോൾ അവൾ യേശുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ശബ്ദം തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ യേശു നിങ്ങളോട് സംസാരിക്കുന്ന ഇമ്പസ്വരം, യേശുവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാൽ യേശുവിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളുടെ വിഷയം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര സങ്കീർണമായിക്കോട്ടെ, അതിന്റെ നേരെ കരങ്ങളെ ഉയർത്തൂ. ആമേൻ. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ, നിങ്ങളുടെ രോഗത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, കടബാധ്യതകളിൽ, ജപ്തി നടപടികളിൽ, അസാധ്യങ്ങളിൽ, കുടുംബത്തിന്റെ തകർച്ചയുടെ മേൽ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ, ഭാരം, വിവാഹം, മറ്റിതര വിഷയങ്ങൾ. ഒരു നിമിഷം ആത്മഭാരത്തോട് വളരെ വളരെ ആമേൻ ദൈവീയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവേ, അവിടുത്തെ വാഗ്ദത്തത്തിൽ ഞാൻ അവിശ്വസിച്ചു, എന്നോട് ക്ഷമിക്കണം. അങ്ങനോട് പറഞ്ഞ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ബിസിനസ്സിൽ, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ കർത്താവേ അവിടെ നയിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ എന്നേറ്റു പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. സ്തോത്രം.
നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന ഇടത്ത് നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ മുഴങ്കാലിൽ ഇരിക്കൂ, കരങ്ങളെ ഉയർത്തൂ, കണ്ണുനീരോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കൂ. അതല്ല, നിങ്ങൾ ഏതിടത്ത് ഏത് സാഹചര്യത്തിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്നു അവിടെ നിന്നുകൊണ്ട്, അല്ലെ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് ഉയർത്തൂ. സ്വർഗത്തിലേക്ക് ഉയർത്തൂ. യേശു നിങ്ങളുടെ ഹൃദയങ്ങളെ കാണട്ടെ. യേശു നിങ്ങളുടെ കരങ്ങളെ കാണട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആ വാഗ്ദത്തം ഒന്ന് ഏറ്റുപറയൂ. ആ വാഗ്ദത്തം ഒന്ന് ഏറ്റുപറയൂ. ആ വാഗ്ദത്തം ഒന്ന് മറന്നു പോകാതെ ഒന്ന് കുറിച്ചു വയ്ക്കൂ. അതിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മദ്യപാനം, മയക്കുമരുന്ന്, ആത്മഹത്യ, മറ്റ് പലവിധമായ ഭീഷണി, പ്രയാസങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, അതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് വിശ്വാസ കണ്ണുകളാൽ. ഒന്ന് കാണൂ. പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി മിനി മാത്യൂസ്, അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയും ഈ സമയം നമ്മെ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, ഇത്രയും സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ അടിയങ്ങൾ കയറിപ്പാൻ എൻ്റെ കർത്താവെ, എൻ്റെ അപ്പനുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാന്, കർത്താവെ, ഇനിയും ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ലെന്ന് ഭാരപ്പെടുന്ന ജീവിതങ്ങളെ, കർത്താവെ, തകർച്ചയിലൂടെ പോകുന്ന ജീവിതങ്ങളെ, കർത്താവെ, ഒരു പ്രതീക്ഷയുമില്ല എന്ന് കർത്താവെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് കർത്താവെ, ഓരോരുത്തരുടെയും പ്രാർത്ഥന മുറികളിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ വിടുതലായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ജീവിതങ്ങളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ലോകം വിധി എഴുതും, ഇനി നടക്കുകയില്ല. എന്നാൽ എൻ്റെ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവം അതിന്മേൽ അത്ഭുതം ചെയ്യുമല്ലോ. കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ, അടിയങ്ങളെ ഓരോന്നിൽ കൂടി കടത്തി വിടുമ്പോൾ കർത്താവിന്റെ അത്ഭുതങ്ങളെ ഓരോന്നും കാണാൻ ദൈവം ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ, ദൈവമേ, അടിയങ്ങളെ പരീക്ഷയിലൂടെ വിടുമ്പോൾ പരിഹാരം ദൈവം അതിന്മേൽ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ പരീക്ഷയിലൂടെ ചിലപ്പോൾ കടത്തി വിടുന്നത്. ഇന്ന് ഓരോ ജീവിതങ്ങളെയും കർത്താവിന്റെ കരത്തിൽ അടിയൻ ഏൽപ്പിക്കുന്നു. അടിയൻ അറിയുന്നില്ല അപ്പ ആരൊക്കെയാണ് ഇത് കാണുന്നത്. കർത്താവ്, ഏതെല്ലാം ഭാരത്തിലൂടെ ഓരോരുത്തർ കടന്നു പോകുന്നു, രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക് രോഗസൗഖ്യത്തെ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ വിഷയത്ത് ഭാരപ്പെടുന്നവർക്ക് ജോലി കൊടുക്കുമാറാകണമേ. പണപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കർത്താവെ, അതിന്മേലൊരു വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ഒരു വലിയ വിടുതൽ കർത്താവെ, ഈ സാക്ഷ്യം കർത്താവെ അനേകരുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇത് നടത്തുന്ന ദേവദാസനെ കരത്തിൽ ഏൽപ്പിക്കുന്ന അനേകർക്ക് ഒരു അത്ഭുതമാക്കി, അനേക ജീവിതങ്ങൾക്ക് ഒരു വിടുതലാക്കി കർത്താവ് ദേവദാസനെ മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ജീവിതങ്ങളെ അനേകർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇത്രത്തോളം സമയം തന്നതിനായിട്ട് നന്ദി കർത്താവെ. അടിയനെ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്ന കർത്താവെ, കർത്താവിന്റെ വാഗ്ദത്തമാണല്ലോ ഇത്രയും നിർത്തിയത്. അടിയന് പറയുവാനോ പുകഴുവാനോ ഒന്നുമില്ലപ്പ. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം പറയാനുള്ളപ്പ. ദൈവത്തിന്റെ കരത്തിലേക്ക് അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ, എല്ലാ ജീവിതങ്ങളുടെ മേലും കർത്താവ് വലിയൊരു വിടുതലിനെ അയച്ചതിനാൽ നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ മിനി മാത്യൂസ്. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവീയ വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയും കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം പിന്നെയും മഹിമപ്പെടുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ കൂടി ആയിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ
അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com